Praise the Lord. Hallelujah. Praise Jesus. ചില സാങ്കേതികമായ തടസ്സങ്ങൾ നേരിട്ടതുകൊണ്ട് ആ ലൈവ് കട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. വീണ്ടും നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ ഞങ്ങളങ്ങി വാഴ്ത്തുന്നു, ഞങ്ങളങ്ങി സ്തുതിക്കുന്നു. പിന്നെയും അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം. പാടുപാട് പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ ആവശ്യമായ ദൈവകൃപ ഉയരത്തിൽ നിന്ന് അങ്ങ് ദാനമായി ഞങ്ങൾക്ക് നൽകിയാൽ ഇന്ന് രാത്രി ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ആരെങ്കിലും ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ഇന്ന് രാത്രി അവിടെ നിറയ്ക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തെ പ്രഘോഷിപ്പാൻ അടിയന് കൃപ നൽകണമേ. ഇന്ന് രാത്രി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി വ്യക്തി ജീവിതങ്ങളുടെ മേൽ അങ്ങ് വെളിപ്പെടുത്തുവാൻ ശക്തനായ ദൈവമാകിയാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് രാത്രി കർത്താവേ, രോഗികൾ സൗഖ്യമാകണം, പാപികൾ മനം തിരിയണം, പിന്മാറ്റക്കാർ മടങ്ങി വരണം, ദൈവനാമം മഹിമപ്പെടണം. സകല മഹത്വത്തിനും സകല പൂഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായ കർത്താവിനെ ആരാധിക്കുമ്പോൾ അന്ധകാര മണ്ഡലങ്ങൾ, പൈശാചിക കോട്ടകൾ തകർന്നു വീഴുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് രാത്രി ചലിക്കുവാൻ ഇടയാകണം. പാപുകളെയും തേടുകളെയും ശത്രുവിന്റെ സകല തലത്തിൽ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല എന്ന് അരുളി ചെയ്ത നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ജയമെടുക്കുകയാണ്. നിങ്ങൾ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ശത്രു ഉയർത്തിയ മതിലുകൾ ചാടി കടക്കുവാൻ ഉതകുന്ന ഉയരത്തിൽ അഭിഷേകത്താൽ ഇന്ന് രാത്രി ചില വ്യക്തി ജീവിതങ്ങളെ അങ്ങ് നിറയ്ക്കുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായിട്ട് ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളെ സ്വന്തമാക്കുവാൻ കഴിയാതെ കണ്ട് ഉയർന്നു പൊങ്ങുന്ന തിരമാലകൾ നിമിത്തം ഭാരത്തോടെ, വേദന, നിരാശയോടായിരിക്കുന്നവർ ഇന്ന് രാത്രി ആമേൻ വിടുതൽ പ്രാപിക്കാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ ആ കരം ചലിപ്പാൻ തക്കവണ്ണം ഇടയാകും. ഓ റിബല ശബ്ദരകരക അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിന്റെ ആ ശക്തി വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് രാത്രി അങ്ങ് വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കട്ടെ. പാടുവാൻ കൃപ നൽകിയ പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ചേർന്ന് പാടി നമ്മുടെ കരങ്ങളെ ചാറ്റി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല
രാത്രി രാജാതി രാജാവ് കഥാതി കഥാവ് ദേവാതി ദേവന് ഹല്ലേലൂയ സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായ കർത്താവിനെ പാടി ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ദൈവം നമ്മെ ബലപ്പെടുത്തിയല്ലോ. ഈ ഒരാഴ്ചയുടെ പ്രാരംഭം മുതൽ ഈ ആഴ്ചയുടെ ഒടുവിലത്തെ ദിനമായ ഈ ശനിയാഴ്ച രാത്രി വരെയും കോഴിതൻ കുഞ്ഞിനെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ, കഴുകന്തൻ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ ദൈവം നമ്മെ അവിടെ ഇവിടങ്ങളായി സൂക്ഷിച്ചെങ്കിൽ, പരിപാലിച്ചെങ്കിൽ അതെല്ലാം ഓർത്ത് നന്ദിയോടെ ആ കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്താൽ ഇരുന്നവരും ഇരിക്കുന്നവരും വരുന്നവരും വീണ്ടും വരുന്നവരുമായ നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഈ ലൈവിലായിരിക്കുന്ന വരും ദിവസങ്ങളിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എന്റെ വന്ദനം ചൊല്ലിക്കൊണ്ട് ദൈവവചന ശുശ്രൂഷയ്ക്കായി സമയം വേർതിരിക്കുകയാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 14-ാം വാക്യമാണ് ഇന്ന് രാത്രി ദൈവവചന ശുശ്രൂഷയ്ക്കായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. എബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യം. ഹല്ലേലൂയ. നിങ്ങൾ എന്താണ് പിന്തുടരുന്നത്? ഹല്ലേലൂയ. ലോകത്തിൽ അനേകര് പലതിനെയും പിന്തുടരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് പിന്തുടരുന്നത്? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവിനെയാണോ, അത് ലോകത്തിൽ ഏതെങ്കിലും ഒരു മഹാനായ മാന്യനായ ഒരു വ്യക്തിയെയാണോ? വചനം പറയുന്നു, ചില രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. ഇന്ന് രാത്രി യഹോവയിൽ ആശ്രയിക്കുന്നവർ ആമേൻ കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെ ആകും. ഹല്ലേലൂയ. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിനെ മഹത്വം കൊണ്ടുണ്ടാകുക. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. അതെ, ഒടുക്കത്തെ നാളിൽ അല്ല ആമേൻ ഈ കാലഘട്ടം തന്നെ ആമേൻ അതെ സ്വന്തം കണ്ണുകൊണ്ട്, അന്യന്റെ കണ്ണുകൊണ്ടല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഈ തലമുറയിൽ എന്റെ ദൈവം എന്നോട് കേൾപ്പിച്ച വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം ഞാൻ കാണുമെന്ന് വിശ്വസിക്കുന്നവർ ഓ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട. ഉയർത്തത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന ഭീഷണിയും നിലനിൽക്കുമ്പോൾ ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? ശത്രുക്കളുടെ മുമ്പാകെ മേശയൊരുക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി വേഗത്തിൽ ചലിക്കുമെന്ന് കരയുന്ന സഹോദര, കരയുന്ന മാതാവ്, വാഗ്ദത്തം തുമ്മിക്കൊണ്ട് അതേ ക്ഷീണിച്ച് ഒതുങ്ങിത്തീരുവാൻ അനുവദിക്കുന്നവനല്ല ദൈവം. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസിച്ച് അത് നിവർത്തിപ്പാൻ അവൻ ശക്തൻ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ക്ഷീണിച്ചിരിക്കുന്നവനെ ശക്തീകരിക്കുന്ന ദൈവം, ബലഹീനനെ താങ്ങുന്ന ദൈവം ഇന്ന് രാത്രി കൂടെയുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ ആ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട് ആമേൻ. വായിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. എല്ലാവരോടും ആമേൻ സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ വായിക്കാം. എല്ലാവരോടും സമാധാനം ആചരിച്ച് എല്ലാവരോടും ഹല്ലേലൂയ. നിന്റെ വീട്ടിലുള്ള എല്ലാവരോടും ആമേൻ. അപ്പനോടും അമ്മയോടും സഹോദരങ്ങളോടും കൂടപ്പുറപ്പിനോടും കൂടെ ജനിച്ചവരോടും ഹല്ലേലൂയ ആമേൻ എല്ലാവരോടും എന്ത് ചെയ്യണം? സമാധാനം ആചരിച്ച്
ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ഹല്ലേലൂയ. ഈ സമാധാനവും ശുദ്ധീകരണവും ഒരു നാണയത്തിന്റെ ഇരുപുറം പോലെയാണ് എന്ന് പറഞ്ഞാൽ സമാധാനം ഹല്ലേലൂയ ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. ആമേൻ. സമാധാനം എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, നിന്റെ വീട്ടിലില്ലെങ്കിൽ അവിടെ അശുദ്ധി സംഭവിക്കും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ശുദ്ധീകരണം കൂടാതെ കണ്ട് ആർക്ക് ദൈവത്തെ കാണുവാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളെ ഒഴിവാക്കിയിട്ട് ഈ ഭൂമിയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയത്തില്ല. ആമേൻ. സമാധാനം കൂടാതെ, ശുദ്ധീകരണം കൂടാതെ ദൈവത്തെ കാണുവാനോ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ കഴിയത്തില്ല. ഹല്ലേലൂയ. അവർക്ക് നിത്യതയിൽ ആമേൻ പ്രവേശനമില്ല. ഇന്ന് രാത്രി ഈ വചന സന്ദേശം സമാധാനമില്ലാത്തവർക്ക് സമാധാനവും ശുദ്ധീകരണമില്ലാത്തവർക്ക് ശുദ്ധീകരണവും. കാരണം വിശുദ്ധനായ ദൈവം ആമേൻ നമ്മുടെ കൂടെ വസിക്കണമെങ്കിൽ നാം ശുദ്ധി ഉള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. ശുദ്ധീകരണം കൂടാതെ കണ്ട് ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയില്ല. സമാധാന പ്രഭുവായവൻ അതെ തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഈ ലോകം നൽകാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു. ഹല്ലേലൂയ. നിങ്ങളോ യേശുവിൽ സത്യം ഉള്ളതുപോലെ അവനെ കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചു എങ്കിൽ. ഹല്ലേലൂയ. ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്, പിന്നെങ്ങനെ പഠിച്ചത്? മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതി മോദങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്, ഇന്ന് രാത്രി ഉപേക്ഷിക്കാത്തവരാരെങ്കിലും ഈ ശബ്ദം ഈ ലൈവിലൂടെ കേൾക്കുന്നുണ്ടെങ്കിൽ, രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, സ്നാനപ്പെട്ട ദൈവ പൈതലേ, അഭിഷേകം പ്രാപിച്ച ദൈവ പൈതലേ, നിന്റെ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചില്ലെങ്കിൽ ഹല്ലേലൂയ നിന്റെ വീട്ടിനകത്ത് സമാധാനം ഉണ്ടാകത്തില്ല. അവൻ നീ അശുദ്ധനായിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അശുദ്ധിയിൽ വസിക്കുന്ന ദൈവത്തെ അല്ല ഇന്ന് രാത്രി നാം ആരാധിക്കുന്നത്. സ്വർഗത്തിൽ സദാത്മകൾ പരിശുദ്ധനാക്കുമ്പോൾ അവരുടെ മധ്യേ അധിവസിക്കുന്ന സർവശക്തരായ ദൈവം വിശുദ്ധനാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നമ്മെ പോലെ ജനിച്ച അനുഗ്രഹിതനായ ഒരു അഭിഷക്തനായി മാറി ഞാനാകുന്നവൻ ഞാനാകുന്നുവെന്ന് പറഞ്ഞ് അടിമത്തത്തിൽ കിടക്കുന്ന ദൈവജനത്തെ പുറത്തേക്ക് നയിപ്പ ദൈവം വേർതിരിച്ച ആമേൻ അനുഗ്രഹിതനായ അഭിഷക്തൻ. ഹല്ലേലൂയ. ജനിച്ച നാളിൽ കൊന്നുകളയണമുള്ള ഭീഷണിയുടെ നടുവിലാണ് പിറന്നു വീണത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, മാതാവേ, കൂടപ്പറപ്പേ, ആമേൻ തകർത്ത് കളയുമെന്ന ഭീഷണിയുടെ നടുവിലാ നീ പിറന്നു വീണത്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് വെളിയിലേക്ക് വരുത്തരുതെന്ന് ശത്രു വാദിച്ചപ്പോ ശത്രുവിന്റെ പദ്ധതിയെ തകർത്ത് ഈ ഭൂമിയിൽ നിനക്ക് ജനിക്കുവാൻ അവസരമൊരുക്കിയ ദൈവം. നിന്റെ കാല് വളരുന്നു, നിന്റെ കൈ വളരുന്നു. ആമേൻ. നീ വിദ്യാഭ്യാസം ചെയ്യുന്നുവോ? നിന്റെ യാത്രയിൽ പതിയിരുന്ന് നിന്നെ തകർക്കാൻ നോക്കിയ ദുഷ്ട പിശാചിനെ നിന്നെ വിട്ടുകൊടുക്കാതെ നിന്റെ ചെറുപ്രായത്തിൽ അതേ രോഗിയായി നീ കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കുവാൻ കഴിയാതെ നീ അകത്തോട്ടെടുത്ത ശ്വാസം പുറത്തോട്ട് വിടുവാൻ അനുവദിക്കാതെ നിന്നെ മാരക രോഗത്തിന് അടിമയാക്കി അവയെ ചില കേസുകൾ കുടുക്കി അവയെ ചില പ്രതികൂലങ്ങളിൽ അകപ്പെടുത്തി നിന്നെ തകർക്കാൻ നോക്കിയ ആ സാഹചര്യത്തിനകത്ത് നിന്ന് നിന്നെ പുറത്തെടുത്ത ദൈവം ഇന്ന് രാത്രി നിന്റെ കൂടെ ഉണ്ടെന്ന് തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ജനിച്ചപ്പോൾ തന്നെ കൊന്നുകളയുവാൻ ഭീഷണിയുടെ നടുവിൽ ജനിച്ച മോശ കൊന്നുകളയുമെന്ന് ഭീഷണി മുഴക്കിയ കൊട്ടാരത്തിൽ തന്നെ വളർന്നു. അതെ ശത്രുക്കളുടെ മുമ്പാകെ മേഴ്ചയൊരുക്കുന്ന ദൈവം. സ്നേഹിതാ, നിന്റെ ദേശത്ത് നിന്റെ തകർച്ച കാണുവാൻ അതെ നിന്നെ നോക്കി അതെ പഴി പറഞ്ഞ നിന്നെ നോക്കി ആണയിട്ടവരുടെ മുമ്പിൽ ഇന്നും നിവർന്ന് നിൽക്കത്തക്ക വിധത്തിൽ നിന്റെ ശരീരത്തിന് ബലം നൽകി നിന്നെ നിർത്തിയ ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രി നീ തിരിച്ചറിയുന്നെങ്കിൽ കാഴ്ചക്കാരെ പോലെ ഇരിക്കാതെ കേൾവിക്കാരെ പോലെ ഇരിക്കാതെ ആ മരണത്തിനകത്ത് നിന്ന് ആമേൻ ആ പാതാള ഗോപുരങ്ങൾ നിന്നെ ജയിക്കാത്ത നിലയിൽ ദൈവസഭയുടെ അംഗമാക്കി തീർത്ത ദൈവത്തിന്റെ വിശ്വസ്തത തിരിച്ചറിയുന്നവർ കരവടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാൻ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ആമേൻ. അന്ന് ആ ഹോസ്പിറ്റലിനകത്ത് നീ തീരേണ്ടതല്ലേ? അന്ന് ആക്സിഡന്റ് ഉണ്ടായപ്പോൾ അതിനകത്ത് നീ തകരേണ്ടതല്ലേ? ഹല്ലേലൂയ. എന്നാൽ അതിനകത്ത് നീക്കുമൊക്ക് നൽകി നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാ, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ഇന്നലെ ഉണ്ടായ ആ കെടുതിക്കകത്ത് നിന്ന്, ആ ആക്സിഡന്റിന്റെ അകത്ത് നിന്ന്, ആ തകർച്ചയ്ക്കകത്ത് നിന്ന് നിന്നെ വിടുവിച്ചതിന്റെ പിന്നിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. അങ്ങനെ മോശ ആമേൻ അമ്മായിപ്പന്റെ ആടുകളുമായി ഹോരേബിലെത്തി. ഹല്ലേലൂയ. അതേ മരുഭൂമിക്കപ്പുറത്ത്, ആമേൻ, ഒരു മരുഭൂമിയുടെ അപ്പുറത്ത് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുമെന്ന് മോശ ഒരിക്കൽ പോലും എന്ത് ചെയ്തില്ല? ചിന്തിച്ചില്ല. അതെ, ഒരു കണ്ണ് കണ്ടിട്ടില്ലെന്ന്, ഒരു കാത് കേട്ടിട്ടില്ലെന്ന്, അതെ, ജോലി മേഖലയിലായിരുന്ന ആമേൻ, അത് പുരോഹിതനായിരിക്കുമ്പോഴും അമ്മായിപ്പന്റെ ആടുകളുമായി ഹോരേബിലെത്തിയ അതേ മോശ ഞെട്ടി. ആമേൻ. ഈ മരുഭൂമിയിൽ ആമേൻ ആടിനെ കൊണ്ട് പോകുക കഷ്ടമാ. ഈ മരുഭൂമി പ്രയാണ യാത്രയിൽ ആമേൻ നീ തകർന്നു പോകുവാൻ അനുവദിക്കാതെ, നിന്റെ കൂടെയുള്ളതൊന്നും നഷ്ടപ്പെടാതെ ആമേൻ ഹോരേബിൽ എത്തിച്ചത് ആരാ? സ്വർഗത്തിലെ ദൈവമാ. അവൻ അറിഞ്ഞില്ല കേട്ടോ. ആമേൻ. അവന് അറിയാവുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവൻ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ അവനൊരു കാഴ്ച കാണുകയാ. ആ കാഴ്ച എന്തെന്ന് കാണുവാൻ അവൻ അടുക്കുകയാ. ഇന്ന് രാത്രി അവൻ എന്നോട് പറ്റിയിരിക്കുകയാ. ഞാൻ അവനെ വിടുവിക്കോ. അവൻ എന്റെ നാമത്തെ അറിയുകയാ. ഞാൻ അവനെ ഉയർത്തും. ഹല്ലേലൂയ. അവന്റെ താഴ്ച കാണുവാൻ, അവന്റെ തകർച്ച കാണുവാൻ, അവന്റെ നാശം കാണുവാൻ നോക്കി നിന്ന രാജാക്കന്മാരുടെ മുമ്പിൽ ശക്തനായി ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഒരു അഭിഷക്തനായി മോശയെ കൈപിടിച്ചുയർത്തി മാനിച്ച സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി നിന്റെ കൂടെയുള്ള നദിയിൽ കൂടെ കടന്ന, നദി നിന്റെ മേൽ കവിയാതെ, വെള്ളത്തിൽ കൂടെ നടന്ന, വെള്ളം നിന്റെ മേൽ കവിയാതെ, തീ കൂടി നടന്ന, തീ നിന്നെ ദഹിപ്പിക്കുന്നത് നിന്നോട് കൂടെ ഇരിക്കുന്ന ഒരു നല്ല ദൈവം നാളിതുവരെ കൂടെ ഇരുന്ന് അത്ഭുതകരമായി നടന്ന വിധങ്ങളെ ഓർക്കുക. ഇന്ന് രാത്രി നദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നോക്കണമേ, ആമേൻ. അന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ച, അന്ന് വരെ കേട്ടിട്ടില്ലാത്തൊരു ശബ്ദം മോശ കേൾക്കുകയാ. ഹല്ലേലൂയ. എന്റെ വിഷയം മോശയോ ദാവീദൊന്നുമല്ല. എന്റെ വിഷയം എന്താണ്? സമാധാനം അല്ലെങ്കിൽ വിശുദ്ധി. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശുദ്ധിയിൽ തികഞ്ഞവരായി, ഹല്ലേലൂയ, ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിപ്പാൻ തക്കവണ്ണം സമർപ്പിക്കപ്പെടുന്ന വ്യക്തി ജീവിതങ്ങൾ ഇന്ന് രാത്രി എഴുന്നേൽക്കുന്നുവെങ്കിൽ നിശ്ചയമായും അവരിലൂടെ ഈ കാലഘട്ടങ്ങളിൽ ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളോ യേശുവിൽ സത്യം ഉള്ളതുപോലെ അവനെ കുറിച്ച് കേട്ട് അവന് ഉപദേശം ലഭിച്ചുവെങ്കിൽ, ഹല്ലേലൂയ, ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതി മോഹങ്ങളാൽ വശമായിപ്പോയ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ധരിച്ചുകൊള്ളുകയും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു പുതിയ അനുഭവത്തിൽ, ഒരു പുതിയ മനുഷ്യനായി, ആമേൻ, അടുത്ത പ്രഭാതത്തിൽ യാക്കോബ് ഒരു ഇസ്രായേലായി മാറ്റപ്പെട്ടതുപോലെ, അറിയപ്പെട്ടതുപോലെ ഈ രാത്രി കഴിഞ്ഞ് അടുത്ത പ്രഭാതത്തിൽ ഒരു പുത്തൻ അനുഭവത്തിൽ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഒരു ഉയർപ്പിന്റെ പറമ്പുകളിൽ ആദ്യ വിരാജന്മാർ സത്യത്തിലും ആരാധിച്ചതുപോലെ ഇന്ത്യയിലായിരിക്കുന്ന ജനങ്ങൾ, കേരളത്തിലായിരിക്കുന്ന ജനങ്ങൾ നാളെ ഒരു പുത്തൻ അനുഭവത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം, ആമേൻ, തന്റെ വചനം ഇന്ന് രാത്രി ദൈവശക്തിയാൽ എന്റെ കുടുംബത്തിൽ, എന്റെ ജീവിതത്തിൽ, എന്റെ തലമുറയിൽ, എന്റെ കൂടപ്പുറത്തിൽ ദൈവശക്തിയായി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനെ തെരഞ്ഞെടുത്തു. ഇന്ന് രാത്രി നാം അവനെ തെരഞ്ഞെടുത്തതല്ല, അവൻ നമ്മെ തെരഞ്ഞെടുത്തതാ. എപ്പോഴാ തെരഞ്ഞെടുത്തതാ? ഹല്ലേലൂയ. കുഞ്ഞേ, നിന്നെ കാണാൻ ചന്തമുണ്ടെന്ന് കണ്ടവര് നിന്നെ ഇഷ്ടപ്പെട്ട് കൂടെ കൂടും.
എപ്പോഴാ? നീ ചന്തമായി കഴിഞ്ഞപ്പോഴാ. ഹല്ലേലൂയ. നിന്നെ കെട്ടാൻ വന്ന ആമേൻ കെട്ടിയവൻ, ഹല്ലേലൂയ, നിന്നെ വന്ന് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടത് കൊണ്ടാ കെട്ടിയത്. ഹല്ലേലൂയ. എന്നാൽ നീ ഉണ്ടാകുന്നതിന് മുമ്പേ ആമേൻ നിന്നെ ഇഷ്ടപ്പെട്ട സ്വർഗത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുന്നത് തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. ആമേൻ. അവൾ ആമേൻ ഒരു മകനെ പ്രസവിച്ചു. ഹല്ലേലൂയ. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേര് ഇടണം എന്ന് പറഞ്ഞു. നോക്കണമേ, ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ, ഹല്ലേലൂയ, ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് പേര് വെളിപ്പെടുത്തുന്ന ഒരു സ്വർഗ്ഗം. ഹല്ലേലൂയ. അവൻ ആരാ? വിശുദ്ധൻ. ഹല്ലേലൂയ. വിശുദ്ധനിൽ വിശുദ്ധൻ. ഹല്ലേലൂയ. അപ്പൊ ഒരുവൻ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് വിശുദ്ധീകരിക്കുവാൻ കഴിയുന്നവനാ സ്വർഗത്തിലെ ദൈവം. അവൾ ഒരു മകനെ പ്രസവിക്കും. ഹല്ലേലൂയ. അവൾ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് ഇടണം എന്ന് പറഞ്ഞു. എന്തിനാ? പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന ഒരുവനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നത്, ഈ ഭൂമിയിൽ ജനിപ്പിക്കുന്നത് ദൈവം വിശുദ്ധനാണ്. ഈ ഭൂമിയിലായിരിക്കുന്ന എല്ലാവരും വിശുദ്ധരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർക്ക് തന്നെ ഇന്ന് രാത്രി ഈ സന്ദേശം ഞാൻ പറയുക. ഹല്ലേലൂയ. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും ഇന്ന് രാത്രി നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. എവിടെ നിന്നാ കൃപയുണ്ടാകേണ്ടത്? എവിടെ നിന്നാ സമാധാനം ഉണ്ടാകേണ്ടത്? നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നല്ലേ? ആ ദൈവം വിശുദ്ധരായ ദൈവത്തിന്റെ കൃപ ആരിലേ വരത്തുള്ളൂ? വിശുദ്ധരിലെ വരത്തുള്ളൂ. ഇന്ന് രാത്രി നമ്മെ വിശുദ്ധീകരിപ്പാൻ, നമ്മുടെ കുറവുകളെ നികത്തുവാൻ ശക്തനായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം അയച്ചു. ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം ദൈവം നൽകി. ഹല്ലേലൂയ. ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്ന ദൈവമക്കളെ ആർക്കാ ദൈവം കൃപ നൽകുന്നത്? വിശുദ്ധ ജീവിക്കുന്നവർക്ക്. ഹല്ലേലൂയ. ലോകത്തിന്റെ മ്ലേച്ഛതയിൽ ഏർപ്പെടുന്നവർക്കല്ല, ദുഷ്ടന്റെ കൂടെ കൂടുന്നവർക്കല്ല, പാപിയുടെ കൂടെ കൂടുന്നവർക്കല്ല, പരിഹാസികളുടെ കൂടെ കൂടുന്നവർക്കല്ല. ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച വിശുദ്ധ ജീവിതം നയിക്കുവാൻ സമർപ്പിക്കപ്പെട്ടവരുടെ മേൽ അവന്റെ കൃപ പകരുവാൻ ശക്തരായവർ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാ. ചോദിക്കുന്നതിലധികം നിരക്കുന്നതിലധികം നിറയ്ക്കുവാൻ ശക്തരായ നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്ന കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നുമാ. ആമേൻ. എന്ത് വരേണ്ടത്? കൃപയും സമാധാനവും. ഹല്ലേലൂയ. ലോകത്തിൽ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതല്ല കൃപ. ആമേൻ. ലോകത്തിൽ കമ്പോളങ്ങളിൽ നിന്ന് ലഭിക്കുന്നതല്ല സമാധാനം. തെറ്റിദ്ധരിക്കരുത്. ബിവറേജിൽ പോയി ക്യൂ നിന്ന് കിട്ടത്തില്ല സമാധാനം. ഹല്ലേലൂയ. കാശ് കൊടുത്ത കിട്ടത്തില്ല കൃപ. ആമേൻ. ഗൾഫിൽ പോയാൽ പണം സമ്പാദിക്കാം, വിദേശ രാജ്യങ്ങളിൽ പോയാൽ ആമേൻ പണത്തിന് മൂല്യം കൂടുതലാണ്. പക്ഷേ അവിടെ പോയാൽ സമാധാനം കിട്ടത്തില്ല, അവിടെ പോയാൽ കൃപ കിട്ടത്തില്ല. കൃപ ആമേൻ ദൈവസന്നിധിയിൽ ആമേൻ ആയിരിക്കുന്നവർക്ക് ലഭിക്കുന്നത്. ദൈവസന്നിധിയിൽ ആയിരിക്കുന്നവർ വിശുദ്ധരായിരിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. ഹല്ലേലൂയ. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പി. ഹല്ലേലൂയ. വീട്ടിനകത്ത് സമാധാനം വേണം. വീട്ടിനകത്ത് ആമേൻ കൃപ പെരുകണമോ? വീട്ടിനകത്ത് സന്തോഷം വേണമോ? വീട്ടിനകത്ത് ദൈവിക സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയണമോ? വീട്ടിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടണമോ? ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പി. ഹല്ലേലൂയ.
അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുടുക്കം മുതലായ ഒന്നും ഇല്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ ദൈവസഭ ആമേൻ കറയില്ലാത്ത, ചുടുക്കമില്ലാത്ത, ആമേൻ അതെ നിഷ്കളങ്കതയുള്ള ആമേൻ കൂട്ടമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ക്രിസ്തു നിനക്ക് സ്വാതന്ത്ര്യം വരുത്തിയ നീ സ്വതന്ത്രരാണ്. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകുവാൻ ഇടയാകരുത്. ഹല്ലേലൂയ. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സദൃശത്തിലും പാപനിമിത്തവുമായി പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ഹല്ലേലൂയ. ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ഇന്ന് രാത്രി അപ്പുറത്തേക്ക് പോകുവാൻ അത് വിളിക്കപ്പെട്ട ദൈവമക്കളെ വിശുദ്ധിയിൽ നാം ജീവിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ജഡത്തിലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഹല്ലേലൂയ. ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ഹല്ലേലൂയ. നീ ഒരു ആത്മീയനാകുവാനാണ് ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. ആമേൻ. ഈ ലോകത്തിലായിരിക്കുന്ന ജനത ഈ ലോകത്തിലുള്ളത് ചിന്തിച്ച് നശിച്ചുകൊണ്ടിരിക്കുമ്പോ ആമേൻ നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ ആമേൻ നേടുവാൻ ആത്മഭാരമുള്ളവനായി ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി കർത്താവായ യേശു ക്രിസ്തു ജനിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആമേൻ. ആ കാൽവരിയിൽ ഒഴുക്കിയ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി ആമേൻ ദൈവമക്കൾ എന്ന പദവിയിൽ ജീവിക്കുന്ന ദൈവമക്കളെ ഇന്ന് രാത്രി നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ കുറിച്ച് എത്രത്തോളം ഭാരമുണ്ട്. ഭാരമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ഹല്ലേലൂയ. അപ്പൊ ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാനോ പ്രസാദിപ്പിക്കുവാനോ കഴിയത്തില്ല എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ ആത്മാവിന്റെ ചിന്തയിൽ ലയിച്ചിരിക്കുന്ന കാര്യമാണ് ജീവനും സമാധാനവും. ഹല്ലേലൂയ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമില്ല. ജഡീകനാണെങ്കിൽ ദൈവവചനം വായിക്കുവാനോ ദൈവവചനത്തിന് കീഴ്പ്പെടുവാനോ സാധിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ഭാര്യയെ സ്നേഹിക്കത്തില്ല, ആമേൻ കുടുംബം നോക്കത്തില്ല, ആമേൻ ദുഷ്ടന്റെ കൂടെയും പാപിയുടെ കൂടെയും പരിഹാസികളുടെ കൂടെയും കറങ്ങിത്തിരിഞ്ഞ് അതേ നടക്കും. ഇന്ന് രാത്രി ദൈവവൈതലേ, നീ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ, നീ സ്നാനപ്പെട്ടവനാണെങ്കിൽ, നീ മാനസാന്തരപ്പെട്ടവനാണെങ്കിൽ ദൈവവചനപ്രകാരം ജീവിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ല. ഹല്ലേലൂയ. ജഡപ്രകാരമുള്ളവർക്ക് പ്രസംഗിക്കാൻ കഴിയും, പാടുവാൻ കഴിയും, പ്രവചിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. പലതും ചെയ്യാൻ കഴിയും. പക്ഷേ അവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് വരും. ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങൾ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ഹല്ലേലൂയ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ
ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിലും വസിക്കുന്നു. തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഹല്ലേലൂയ. പ്രത്യാശകരമായ ഒരു ജീവിതത്തിനുടമയായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ലോകത്തിൽ ആമേൻ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ ഓരോ ദിവസവും ആമേൻ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മാരക രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, ആമേൻ ഭൂകമ്പങ്ങൾ, ഹല്ലേലൂയ, കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത പല പേരിലും അറിയപ്പെടുന്ന പുതിയ പുതിയ സാംക്രമിക രോഗങ്ങൾ, ഹല്ലേലൂയ, ഇതൊക്കെ ആമേൻ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും പ്രത്യാശയോടെ ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവ പൈതലേ, നിന്റെ സമാധാനം നഷ്ടപ്പെടുവാൻ ഇടയാകാത്ത വിധത്തിൽ, ഹല്ലേലൂയ, ഈ ലോകത്തിൽ അത് നൽകിയ സമാധാനം അല്ല ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നത്. ഞാൻ നൽകുന്ന സമാധാനം നിങ്ങളിൽ നിന്ന് കവർന്നെടുക്കുവാൻ ആർക്കും കഴിയാത്ത നിലയിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിനെ കാര്യസ്ഥനായി നിങ്ങളുടെ അരികിലേക്ക് അയക്കുമെന്ന് പറഞ്ഞ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരനാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും, നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ ജഡത്തിന്റെ പ്രവൃത്തികളെ എന്ത് ചെയ്യണം? മരിപ്പിക്കണം. ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് ഗലാത്യ ലേഖനത്തിൽ വളരെ സവിസ്തരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിക്കാം. ആമേൻ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 മുതലുള്ള വാക്യം. ഇന്ന് രാത്രി ജഡസ്വഭാവം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് ദൈവത്തിന് വിരോധമാണ്, ആത്മാവിന് വിരോധമാണ്. ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടത്തില്ല. നിന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകത്തില്ല, സ്വസ്ഥത ഉണ്ടാകത്തില്ല, ദൈവിക അവകാശങ്ങൾ നേടിയെടുക്കുവാൻ കഴിയത്തില്ല. നിത്യത ഒരുപക്ഷെ നിനക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇന്ന് രാത്രി അതേ വായിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജഡസ്വഭാവം നിന്നിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് ആ പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് ജീവിക്കുവാൻ, സമർപ്പിക്കപ്പെടുവാൻ തയ്യാറാകണം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അതേ ഉയരുന്ന എല്ലാ ആമേൻ അതേ ആ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞുകൊണ്ട് ആമേൻ ആത്മ സ്വഭാവമുള്ളവരായി ജീവിക്കുവാൻ ദൈവം സഹായിക്കും. ഹല്ലേലൂയ. വായിക്കാം. ജഡത്തിന്റെ പ്രവൃത്തികൾ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരസംഗം, ക്രോധം, ശാഠ്യം, ദോന്നപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് എന്നിവ ഉളവാകും. ഈ വക പ്രവർത്തിക്കുന്ന ആരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നുവല്ലോ. ഇന്ന് രാത്രി ഇപ്പോഴും പിന്നെ ഓർപ്പിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, നിന്റെ ഭവനത്തിൽ ഈ പറഞ്ഞ ആമേൻ 15 കൂട്ടം കാര്യങ്ങൾ ശേഷിക്കുന്നുണ്ടെങ്കിൽ, ഇതിലൊന്ന് ശേഷിക്കുന്നുണ്ടെങ്കിൽ ആമേൻ നിനക്ക് സമാധാനം അനുഭവിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി അജഡ സ്വഭാവങ്ങളെ ഉരിഞ്ഞു കളഞ്ഞുകൊണ്ട് പുതുമനുഷ്യനെ ധരിച്ച് ജീവിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു പക്ഷേ നീ ശ്രമിക്കുന്നുണ്ട്, നീ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ നിന്റെ ജീവിത പങ്കാളി നിനക്കെതിരെ മത്സരിക്കുന്നുണ്ടാകാം, നിനക്കെതിരെ ശാഠ്യം കാണിക്കുന്നുണ്ടാകാം. എന്നാൽ അവരുടെ പുറകിൽ വ്യാപരിക്കുന്ന വൈശാചിക പോരുകളെ തിരിച്ചറിഞ്ഞ് അതിനെ ശാസിച്ച് ജയമെടുക്കുവാൻ ദൈവത്തിന്റെ അഭിഷേകത്താൽ ഇന്ന് രാത്രി അവരെ നിറയ്ക്കുവാൻ ദൈവം ശക്തരാ. പാപുകളെ, തേളുകളെ, ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല എന്ന് പറഞ്ഞത് അത് വിശുദ്ധരായി ജീവിക്കുന്നവരെ നോക്കിയിട്ടാണ്, സമാധാനം ഉണ്ടാക്കുന്നവരെ നോക്കിയിട്ടാണ്, അതേ കലക്കമുണ്ടാക്കുന്നവരെ നോക്കിയിട്ടല്ല, അശുദ്ധിയിൽ ജീവിക്കുന്നവരെ നോക്കിയിട്ടല്ല. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് വിശുദ്ധിക്ക് വേണ്ടി അത് വില കൊടുത്ത് നിൽക്കുന്ന, പ്രാണത്യാഗത്തോളം പാപത്തോട് പൊരുതി നിൽക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞത് അവൻ ഉയരത്തിലെ ആ ശക്തി പ്രാപിക്കുവാൻ കാത്തിരിക്കുക. അവർ കാത്തിരുന്നത് വൃഥാവായില്ല. മാളിക മുറിക്കകത്ത് കാത്തിരുന്ന 120 പേരുടെ മേൽ പകരപ്പെട്ട ആത്മാവിന്റെ അഭിഷേകത്തോടെ അവർക്കെതിരെ ഉയർന്നു വന്ന പ്രതികൂലങ്ങളെ അതിജീവിച്ച് മുമ്പോട്ട് പോകുവാൻ അവരെ ശക്തീകരിച്ച സ്വർഗ്ഗം ഇന്ന് രാത്രി നിന്നെ ശക്തീകരിപ്പാൻ ശക്തിയുള്ളവനാ നമ്മുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നു. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിനെ കൊടുക്കാം. ഹല്ലേലൂയ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും, നിശ്ചയം. ഹല്ലേലൂയ. ജഡപ്രകാരമുള്ളവർക്ക് അപ്പനെയും അമ്മയും
ഹല്ലേലൂയ, മക്കളെയും ഹല്ലേലൂയ ഭാര്യയെ വിട്ട് ഹല്ലേലൂയ അനുഗമിക്കുന്നവർക്ക് ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും 100 മടങ്ങ് ഹല്ലേലൂയ. നോക്കിക്കേ, ആമേൻ, ജഡപ്രകാരമുള്ള ആമേൻ, അതെ, യാക്കോബിന്റെ ഭാര്യമാരെ ഹല്ലേലൂയ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 മക്കളെയും ഹല്ലേലൂയ യാബോക്ക് നദിയുടെ അക്കരെ കടത്തി നിർത്തിയിട്ട് ഇക്കരെ താൻ മാത്രം ശേഷിച്ചു. ഒരു രാത്രി ഉഷസ്സാകുവോളം ദൈവദൂതനുമായി മൽപ്പിടുത്തം നടത്തി, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അവന്റെ തുടയിൽ തൊട്ടു തുടയുടക്കി അടുത്ത പ്രഭാതത്തിൽ ഇനി യാക്കോബ് എന്നല്ല ഇസ്രയേൽ എന്നറിയപ്പെട്ടു. ഒരു ഇസ്രയേൽ എന്നറിയപ്പെടുവാൻ ഒരു രാത്രി ഉഷസ്സാകുവോളം ജഡപ്രകാരമുള്ള 15 വ്യക്തികളെ മാറ്റി നിർത്തി അനേകനായി ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ചത് വൃഥാവായില്ല. ഇന്ന് രാത്രി ജഡപ്രകാരമുള്ള സ്വഭാവങ്ങൾ 15 എണ്ണമാ. എണ്ണി നോക്കിക്കോ. ഇതിനെയൊക്കെ ഒന്ന് വേണ്ട എന്ന് വെച്ച് ഉരിഞ്ഞു കളഞ്ഞിട്ട് മനഃപൂർവ്വം ആമേൻ അതിനെയൊക്കെ ഒന്ന് കുടഞ്ഞു കളഞ്ഞിട്ട് നീ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം നിന്നെ ഹല്ലേലൂയ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുത്താട്ട്. ദൈവാത്മാവ് നടത്തുന്നവരെല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൽ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഇന്ന് രാത്രി ആ ആത്മാവിനെ പ്രാപിച്ചവർ ഈ ലൈവിൽ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ഈ ആത്മാവിനെ പ്രാപിച്ചവർ കേവലം കയ്യടിച്ച് ഒച്ചപ്പാടും ബഹളവും വെച്ച് ജീവിക്കാൻ മാത്രമല്ല ഈ ആത്മാവിനെ പ്രാപിച്ചത്. ഈ ആത്മാവിനെ പ്രാപിച്ചത് നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. ഹല്ലേലൂയ. അപ്പോൾ ആത്മാവിനെ പ്രാപിച്ചവർക്ക് നിശ്ചയമായും ജീവിതത്തിൽ എന്തുണ്ട്? കഷ്ടമുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം, ആമേൻ, യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ട യേശു കർത്താവ് ആമേൻ അതെ യോർദാനിൽ നിന്ന് കയറിയപ്പോൾ സ്വർഗം തുറന്നു. ആമേൻ, ആത്മാവ് പ്രാവുന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. അതെ, ആ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. അവിടെ അവനെ കാത്തിരുന്നത് ആമേൻ സ്റ്റേജുകളല്ല, ക്രൂസൈഡുകളല്ല, കൺവെൻഷനുകളല്ല. അവനെ കാത്തിരുന്നത് പരീക്ഷയത്രേ. ഇന്ന് രാത്രി പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനാൽ തികഞ്ഞ ശേഷം അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കിരീടം അവന് നൽകുവാൻ തക്കവണ്ണം ഇടയായി തീരും. നോക്കണമേ, യേശു കർത്താവ് ആത്മാവിൽ നിറഞ്ഞവനായി ആമേൻ അത് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ബലപ്പെട്ടു കഴിഞ്ഞപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്നു. ഇന്ന് രാത്രി പരീക്ഷകൻ നിന്റെ അടുത്ത് മാറി മാറി വന്നാലും പരാജയപ്പെട്ടു പോകാതെ അതേ വിശുദ്ധിയിൽ തന്നെ ജീവിക്കുവാൻ ഉദരത്തക്ക വിധത്തിൽ പകരപ്പെട്ട ആത്മാവ് നിന്നെ നയിപ്പാൻ ശക്തിയുള്ളത് വിശ്വസിക്കുന്നു. ആത്മാവിൽ നടക്കുന്നവൻ ആത്മാവിൽ എഴുതിയ വചനം അതേ വ്യക്തമായി അറിയുന്നവരായിരുന്നു. ഹല്ലേലൂയ. പൈശാചികൻ അവന്റെ മുമ്പിൽ പരീക്ഷിക്കുവാൻ കടന്നു വന്നപ്പോൾ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവെന്ന് ആമേൻ പിശാചിനോട് പറഞ്ഞ് പിശാച് പരാജയപ്പെട്ട് അവനെ വിട്ടു പോകുവാൻ തക്കവണ്ണമിടയായി. നിന്റെയും നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറയെയും നിന്റെ സ്വസ്ഥതയും നീ സമ്പാദിച്ച നന്മയും ഒക്കെ പിശാച് അപഹരിക്കുവാൻ കടന്നു വരുമ്പോൾ വ്യക്തമായി ആത്മാവിനെ പ്രാപിച്ച് ദൈവവചന പ്രകാരം നീ ജീവിക്കുന്ന ദൈവവൈതനാണെങ്കിൽ സാത്താൻ നിന്നെ വിട്ട് ഓടിപ്പോകും. എന്റെ രാത്രി തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് ആത്മാവിനെ അനുസരിച്ച് നടത്തി. എന്നാ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. പലപ്പോഴും പ്രിയമുള്ളവരെ, ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ് പിശാച് തകർക്കുവാൻ തക്കവണ്ണമിടയായി. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, ആവിചാരം, ദുഷ്കാമം, വിഗ്രഹാരാധന, ഹല്ലേലൂയ, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്നിവ വെളിവാകും. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുകയാണ്. ഹല്ലേലൂയ. ഇന്ദ്രിയ ജയം. ഹല്ലേലൂയ. ആത്മാവിന്റെ ഫലം എന്താ? നീ ഒരു ആത്മീയനാണോ? നിന്റെ വീട്ടിനകത്ത് ആത്മീയതയുണ്ടോ? നീ കൂടുന്ന കൂട്ടത്തിനകത്ത് ആത്മീയതയുണ്ടോ?
ആത്മാവിന്റെ ഫലം സ്നേഹം. നിന്റെ ഭാര്യയെ നിനക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ? നിന്റെ ഭർത്താവിനെ നിനക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ? നിന്റെ മക്കളെ നിനക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ? വാർദ്ധക്യത്തിലായിരിക്കുന്ന നിന്റെ മാതാപിതാക്കളെ നിനക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ? സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമില്ല. സ്നേഹം കാൽവരിയിൽ അതേ വെളിപ്പെടുത്തി. പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. കാൽവരിയിൽ അതേ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ഹല്ലേലൂയ. കാൺമിന്ന ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ ജീവിത പങ്കാളികളെ, നമ്മുടെ തലമുറകളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ മാത്രം സ്നേഹിച്ചത് കൊണ്ടല്ല, ശത്രുക്കളെയും സ്നേഹിക്കുവാൻ നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു. ഹല്ലേലൂയ. ആത്മാവിന്റെ ഫലം സ്നേഹമാണ്. സ്നേഹം നിഗളിക്കുന്നില്ല. സ്നേഹത്തിന്റെ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ സ്നേഹത്തെ കുറിച്ച് വളരെ സവിസ്തരം വിവരിച്ചിട്ടുണ്ട്. സന്തോഷം എവിടെ? വിബ്രജിലെ സന്തോഷമാണോ? അതെ. ക്ലബുകളിലെ സന്തോഷമാണോ? പാർക്കുകളിലും മറ്റു പല വേദികളിലും ലഭിക്കുന്ന സന്തോഷമാണോ? ദൈവിക സന്തോഷം, ദൈവിക സമാധാനം, ദൈവിക സ്നേഹം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത. എത്രത്തോളം നിന്റെ ജീവിതത്തിൽ സൗമ്യതയുണ്ട്? ഗലാത്യലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, ആത്മീയരായ നിങ്ങൾ സൗമ്യതയുടെ ആത്മാവിൽ ഒരു മനുഷ്യൻ കുറ്റം ചെയ്തെങ്കിൽ അവനെ യഥാസ്ഥാനപ്പെടുത്തിക്കൊള്ളണമെന്ന, കുറ്റം പറഞ്ഞ് അതേ ഒതുക്കാൻ നോക്കുന്ന കൂട്ടത്തിൽ കൂടി സമയം ചെലവഴിക്കുകയാണോ? അതോ നീ ആത്മീയനായി കുറ്റം പറഞ്ഞ് സമയം പോക്കാതെ ആത്മീയരായ നിങ്ങൾ അവനെ സൗമ്യതരാത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തിക്കൊള്ളണം. ഹല്ലേലൂയ. ഇന്ദ്രിയജയം ഇവയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ദൈവവൈതലേ, നിനക്ക് ഇന്ദ്രിയജയമുണ്ടോ? പഞ്ചേന്ദ്രിയങ്ങൾ. നിന്റെ കണ്ണ് ആവശ്യമില്ലാത്തിടത്തേക്ക് പോകുന്നുണ്ടോ? നിന്റെ നാവ് ആവശ്യമില്ലാത്തത് പറയുവാൻ നീ ഉപയോഗിക്കുന്നുണ്ടോ? നിന്റെ കാത് ആവശ്യമില്ലാത്തത് കേൾക്കുവാൻ നീ തയ്യാറാകുന്നുണ്ടോ? നിന്റെ കൈ ആവശ്യമില്ലാത്തത് എടുക്കാൻ, ആവശ്യമില്ലാത്തത് ചെയ്യാൻ, നിന്റെ കാല് ആവശ്യമില്ലാത്തടത്തേക്ക് പോകുവാൻ, ഈ ശരീരം കൊണ്ട് പോകുവാൻ അനുവദിക്കുന്നുണ്ടോ? നാം അവന്റെ കൈപ്പണിയായി, ഹല്ലേലൂയ, സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ നിയമിച്ചിരിക്കുകയാണ്, മുന്നൊരുക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി നീ ഒരാത്മീയനാണെങ്കിൽ, അവൻ ശിക്ഷിക്കുന്ന എന്തെങ്കിലും ജഡ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ ക്രൂശിൽ അടിയറവ് വെക്കണം. അതിനെ ക്രൂശിക്കുവാൻ തയ്യാറാകണം. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയുമുണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഇരിക്കുന്ന മാനപാത്രമായിരിക്കും. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ആമേൻ ലേഖനത്തിലൂടെ താൻ സ്ഥാപിച്ച ദൈവസഭയെ പ്രബോധിപ്പിക്കുമ്പോൾ ആത്മാവ് ദൈവസഭയ്ക്കകത്ത് ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി പൗലോസ്ലീഹയിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ദൈവസഭ ഈ ഭൂമിയിലായിരിക്കുവന്നതിന് അവരെ പ്രബോധിപ്പിക്കുന്നു. യൗവനമോഹങ്ങളെ വിട്ടോടി നീതി, വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനമാചരിക്കാം. ഒന്നും കൂടെ പറയാം, യൗവന മോഹങ്ങളെ വിട്ടോടി.
ഈ യൗവനത്തിൽ ഒരുപാട് മോഹങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ യൗവനക്കാരുണ്ടെങ്കിൽ അല്ലെ എപ്പോഴും വഴക്കുണ്ടാക്കാനേ സമയം ഉണ്ടാകത്തുള്ളൂ. എന്താ കാര്യം? ആവശ്യമില്ലാത്ത മോഹം ഗർഭം ധരിച്ച് പാപത്തെ എന്ത് ചെയ്യുന്നു? പ്രസവിക്കും. പാപത്തിന്റെ ശമ്പളം എന്തുവാ? മരണമാണ്. ഹല്ലേലൂയ. പാപം ചെയ്യുന്ന ദേഹി എന്ത് ചെയ്യും? മരിക്കും. അതുകൊണ്ട് യൗവനകാലത്ത് മോഹങ്ങളെ വിട്ടോടുവാൻ പറയുന്നത്. ഹല്ലേലൂയ. വിട്ടോടി നീതി. എന്താ നീതി? നീതിമാനായവനെ യേശുവിനെ അറിയുക, വിശ്വാസം, യേശുവിനെ വിശ്വസിക്കുക. ഹല്ലേലൂയ. സ്നേഹം, ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം ആചരിക്കാം. ബുദ്ധിയില്ലാത്ത മൗഢ്യ തർക്കം ശണ്ട ജനിപ്പിക്കുന്നുവെന്നറിഞ്ഞ് അത് ഒഴിഞ്ഞിരിക്കാം. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിനകത്ത് ശണ്ട ഉണ്ടാക്കുന്ന നിലവാരത്തിൽ ബുദ്ധിയില്ലാത്ത മൗഢ്യ തർക്കം ഹല്ലേലൂയ ഒഴിഞ്ഞിരിക്കണം, ഒഴിവാക്കണം. ഹല്ലേലൂയ. ദൈവമായിട്ടുള്ള ബന്ധം ദൃഢമാകണമെങ്കിൽ, ദൈവ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ, ദൈവിക കൂട്ടായ്മ അനുഭവിക്കണമെങ്കിൽ, ദൈവിക സമാധാനവും ദൈവിക സന്തോഷവും അനുഭവിക്കണമെങ്കിൽ നിഷ്കളങ്കരായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ വീട്ടിനകത്തുള്ള സംസാരം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സംസാരം, മക്കളുമായിട്ടുള്ള സംസാരം, അയൽപക്കക്കാരുമായിട്ടുള്ള സംസാരം, ആമേൻ, നമ്മുടെ സാമൂഹിക മേഖലയിലുള്ള സംസാരം, എവിടെ നോക്കിയാലും കള്ളവും ഒളിവെപ്പും, ആമേൻ, അതെ, കുട്ടിക്കൊടുക്കലും, ആമേൻ, കൊലപാതകങ്ങളും മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുന്നുള്ളൂ. എന്നാൽ ദൈവസഭയുടെ അംഗമായി മാറിയിരിക്കുന്ന ദൈവജനത്തെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നിഷ്കളങ്കരായി നടന്ന് നീതി പ്രവർത്തിക്കണം. ഹൃദയപൂർവ്വം എന്ത് ചെയ്യണം? സത്യം സംസാരിക്കണം. നീ നിന്റെ ഭാര്യയോട് സത്യം പറയണം, നിന്റെ ഭർത്താവിനോട് സത്യം പറയണം, മക്കൾ മാതാപിതാക്കളോട് സത്യം പറയണം. തലമുറകൾ വർഷത്വം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്ത് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ മാതാപിതാക്കളെ മാതൃകപരമായ ജീവിതം നയിപ്പാൻ തക്കവണ്ണം ഇടയാകണം. എങ്കിൽ മാത്രമേ സമാധാനം അതേ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. ആമേൻ. ഒന്ന്, വിശുദ്ധിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. രണ്ട്, സമാധാനം. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നതിന് മുമ്പ് ഈ ലോകം നൽകാത്ത സമാധാനം, ഈ ലോകം നൽകാത്ത സന്തോഷം നൽകുവാൻ ശക്തനായ ദൈവം തന്റെ പുത്രനിലൂടെ ഈ ഭൂമിയിലായിരുന്ന മാനവരാശിയെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം ഇടയായി തീരുകയാണ്. എങ്ങനെയാ? കാൽവറിയിൽ ഒഴുക്കിയ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആമേൻ. നിന്റെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളിപ്പിക്കുവാൻ കഴിവുള്ള ദൈവം അവൻ തന്റെ പുത്രനെ ഈ ലോകത്തിൽ പരസ്യമായി അതേ തകർത്ത് കളയുവാൻ തക്കവണ്ണമിടയായി ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായിൽ ജനിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ 33 തിരുവയസ്സിൽ ആമേൻ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ഹല്ലേലൂയ കാൽവറിയിൽ അതേ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നിയത് ദൈവ പൈതലായി ഞാനും നിങ്ങൾ ജീവിക്കുവാൻ അതേ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പേ ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ കണ്ടതുകൊണ്ടാണ് ഇന്ന് രാത്രി ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ, ആ ദൈവകൃപ അനുഭവിക്കുന്നവർ കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് സമാധാനം ഉണ്ടാക്കുവാൻ. ഹല്ലേലൂയ. ആമേൻ. കഴിയുമെങ്കിൽ നിങ്ങളാലാകുവോളം സകല മനുഷ്യരോട് എന്ത് ചെയ്യണം? സമാധാനമായിരിക്കും. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് ഹല്ലേലൂയ ദൈവമക്കൾക്ക് സമാധാനം അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ അനുഗമിക്കാതെ ഹല്ലേലൂയ ആമേൻ അവനിലൂടെയുള്ള ദൈവിക സമാധാനം അനുഭവിക്കുവാൻ കഴിയത്തില്ലല്ലോ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 27-ാം വാക്യത്തിൽ ആമേൻ ഞാൻ നല്ല ഇടയനാകുന്നുവെന്നും ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുമെന്ന് യേശു കർത്താവ് തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോട് പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ആ നല്ല ഇടയനാകുന്ന യേശു ക്രിസ്തുവിൽ ധാരാളം സൽഗുണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും.
കഴിയും. അതാണ് പ്രാരംഭ തിരുവെഴുത്ത് ആമേൻ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രാരംഭ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത് എന്താണ് നമ്മൾ വായിച്ചു കേട്ടത്? ആമേൻ. ഒന്ന് സമാധാനം, രണ്ട് ശുദ്ധീകരണം. ഹല്ലേലൂയ. ആമേൻ. ഇത് രണ്ടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അവൻ സമാധാനവും ആമേൻ അവൻ വിശുദ്ധനുമാകുന്നു എന്ന് ആമേൻ സത്യവേദ പുസ്തകത്തിനകത്ത് വളരെ ശക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം ആമേൻ 4-ാം അധ്യായം 39-ാം വാക്യത്തിൽ ഹല്ലേലൂയ അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. ആമേൻ. ആരാ? സമാധാനം ആയിരിക്കുന്നവൻ, വിശുദ്ധനായിരിക്കുന്നവൻ. പ്രകൃതിയുടെ ശോഭത്തെ ശാസിച്ചപ്പോൾ അത് അടങ്ങിയത്. ഹല്ലേലൂയ. ആമേൻ. അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റമർന്നു വലിയ ശാന്തതയുണ്ടായി. ഇന്ന് രാത്രി കലങ്ങി മറിയുന്ന അനുഭവം പോലെ നിന്റെ കുടുംബ ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, നിന്റെ വീട്ടിനകത്ത് ആമേൻ അതെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിനെ ശാന്തമാക്കുവാൻ ഹല്ലേലൂയ സമാധാനത്തോടെ സ്വസ്ഥതയോടെ നിന്നെ ആമേൻ അതെ നയിപ്പാൻ ശക്തനായ ഹല്ലേലൂയ സമാധാനവും അതെ വിശുദ്ധിയും ആമേൻ അതെ ഒരുപോലെ ജീവിതത്തിൽ വെളിപ്പെടുത്തിയവൻ. ഹല്ലേലൂയ. ആമേൻ. അവൻ ഇങ്ങനെ പല ഉപമകളാൽ അവർക്ക് കേൾപ്പാൻ കഴിയും പോലെ അവരോട് വചനം പറഞ്ഞു പോന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് വചനം പറയാനാണ്. ഹല്ലേലൂയ. ഒരു പണിയുമില്ലേ ചോദിക്കാറുണ്ട്. എല്ലാ ദിവസവും രാത്രിയില് ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലാതെ വേറെ പണിയൊന്നും ഇല്ലേന്ന്. ഇന്ന് രാത്രിയിലും ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനം പ്രസ്താവിപ്പാൻ എന്നെ വിശ്വസ്തനെ നെണ്ണി നിർത്തിയിരിക്കുന്ന കർത്താവിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഉപമകളാൽ ഹല്ലേലൂയ അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഹല്ലേലൂയ വചനം എന്ത് ചെയ്തു? പറഞ്ഞുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. ഉപമ കൂടാതെ അവരോടൊന്നും പറഞ്ഞതുമില്ല. കാരണം നമ്മുടെ LKG UKG അല്ല നഴ്സറി സ്കൂളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെ ആമേൻ ആ പക്വത ആ കഴിവ് കണക്കിലെടുത്ത് അവരുടെ അധ്യാപകര് ആമേൻ ചില ചിത്രങ്ങളൊക്കെ കാണിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആമേൻ അല്ലെ ആന പോലെ. ആന എങ്ങനെ ഇരിക്കുന്നേ? ആനയുടെ ചെവി എങ്ങനെയാ? മുറം പോലെ അല്ലെ അമ്മ? അതെ. ആനയുടെ കാലെങ്ങനെ ഇരിക്കുന്നേ? ആനയുടെ വാലെങ്ങനെ ഇരിക്കുന്നത്? ചൂലുപോലെ അല്ലെ? ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ആമേൻ അംഗൻവാടി ടീച്ചർ എന്ത് ചെയ്യുന്നത്? പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ അവനെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരെ ഉപമയിലൂടെ കാര്യങ്ങൾ എന്ത് ചെയ്തു? പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഹല്ലേലൂയ. ആമേൻ. ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞതുമില്ല. തനിച്ചിരിക്കുമ്പോൾ അവൻ ശിഷ്യന്മാരോട് സകലവും വ്യാഖ്യാനിക്കാൻ. നമ്മുടെ കർത്താവിനൊരു കാര്യമാണ്. അവൻ എന്ത് കാര്യവും അവൻ ശരിയായ നിലയിൽ മനസ്സിലാകുന്നത് വരെ പറഞ്ഞ് മനസ്സിലാക്കി. ഹല്ലേലൂയ. അന്ന് സന്ധ്യ ആയപ്പോ നാം അക്കരയ്ക്ക് പോകാമെന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റു ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്ക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്ന ദൈവവൈതലേ, നീ മുങ്ങിപ്പോകത്തക്ക വിധത്തിൽ, നീ തകർന്നു പോകത്തക്ക വിധത്തിൽ നിന്റെ പടകിന് നേരെ, നിന്റെ ജീവിതത്തിന് നേരെ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ഈശാന മൂലമാകുന്ന കാറ്റുകൾ നിമിത്തം നീ തീർന്നുവെന്ന് ചിന്തിക്കുകയാ, നീ തകർന്നുവെന്ന് ചിന്തിക്കുകയാ, ഇനി അല്പം പോലും മുൻപോട്ട് പോകുവാൻ സാധിക്കത്തില്ലെന്ന് നീ ചിന്തിച്ചിരിക്കുകയാണോ? അത് ഇന്ന് രാത്രി അവൻ യേശു കർത്താവിനെ നീ ഒന്ന് ഉണർത്തുവാൻ തയ്യാറായാൽ നിശ്ചയമായും അവന്റെ നാമത്തിൽ അത് നിന്റെ
മുമ്പിലുള്ള പ്രശ്നങ്ങൾ അതിജീവിച്ച് മുമ്പോട്ട് പോകുവാൻ ദൈവം നിനക്ക് വേണ്ടി അതേ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവനിൽ വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. അവനുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം ദൃഢമാണോ? ഇന്ന് രാത്രി നിന്റെ പറകിൽ അവനുണ്ടോ? നിന്റെ ജീവിതത്തിൽ അവനുണ്ടോ? നിന്റെ വീട്ടിൽ അവനുണ്ടോ? അവൻ വിശുദ്ധനാ. അവൻ അശുദ്ധിയിൽ വസിക്കുന്ന ദൈവമല്ല. അവൻ സമാധാന പ്രഭുവാ. ആമേൻ. നിന്റെ കൂടെ അവൻ ഇരിക്കാൻ പറ്റുമോ? ജഡ സ്വഭാവം നിങ്ങളുണ്ടോ? പിണക്കമുണ്ടോ? ഈർഷ്യയുണ്ടോ? മദ്യപാനമുണ്ടോ? വെറിക്കുത്തുണ്ടോ? ദുഷ്കാമമുണ്ടോ? രാത്രി യേശു നിന്റെ കൂടെ ഇരിക്കണമെങ്കിൽ ഹല്ലേലൂയ നിന്റെ പഴയ മനുഷ്യനെ അതിന്റെ രാഗഭാവങ്ങളോട് കൂടെ അത് നീ ക്രൂശിക്കണം. ഹല്ലേലൂയ. പിന്നെ അവൻ അവരോട് നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്താ നിങ്ങൾ ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കട്ടെ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്ന മാർത്തയുടെ മറിയുടെ ജീവിതത്തിൽ ദൈവമഹത്വം വെളിപ്പെടുത്തിയവർ ഇന്ന് രാത്രി കൂടെയുണ്ട്. എന്തിനാ കരഞ്ഞ് തളരുന്നത്? ഹല്ലേലൂയ. എന്തിനാ നിരാശപ്പെടുന്നത്? വിശുദ്ധിയിൽ വലിയവനായ ദൈവം തന്റെ പുത്രന്റെ രക്തത്താൽ കഴുകി നിർമ്മല മനസാക്ഷി കുടമയാക്കി നമ്മെ മാറ്റിയിരിക്കുന്നല്ലോ. ഇന്ന് രാത്രി മക്കളെങ്കിൽ നാം അവകാശികളാണ്. ദൈവം നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന നന്മകളെ അനുഭവിക്കുവാൻ കഴിയാം. നിന്നെ അശുദ്ധിയിലേക്ക് തള്ളിയിട്ട് നിന്നെ തകർക്കാൻ നോക്കുന്ന പൈശാചിക മണ്ഡലങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ നിനക്ക് ശക്തിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നിന്നെ ശക്തീകരിപ്പാൻ ഉയരത്തിലെ ആത്മാവിനെ നിന്റെ മേൽ പകരുവാൻ ദൈവം ശക്തരാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ ആത്മാവിനെ പ്രാപിച്ചവർ ആമേൻ ശക്തിയോടെ ആമേൻ വിശുദ്ധി ജീവിക്കുവാൻ തയ്യാറായ പിശാച് നിന്നെ വിട്ട് ഓടി പോകുവാൻ തക്കവണ്ണം ഇടയായി. പാപങ്ങളെയും തേടുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നുവെന്ന് പറഞ്ഞ കർത്താവിന്റെ നാമത്തിൽ ആമേൻ നിന്റെ സ്വസ്ഥതയെ കെടുത്തുന്ന നിന്റെ തലമുറകളെ അത് വല്ലാത്ത നിലവാരത്തിലേക്ക് വലിച്ചിഴക്കുന്ന പൈശാചിക ശക്തികളോട് അമർച്ചയായി കൽപ്പിക്കുവാൻ ശാസിക്കുവാൻ ഇന്ന് രാത്രി നിന്നെ അഭിഷേകം ചെയ്യുവാൻ ദൈവം ശക്തരാ. ഹല്ലേലൂയ. ആമേൻ. നീ നിന്ദിക്കുന്ന യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു എന്ന് പറഞ്ഞ ദാവീദ് നേരെ ചെന്ന് ഗോലിയാത്തിനെ തകർത്തതുപോലെ ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്നെയും നിന്റെ കുടുംബത്തെയും ആമേൻ നിന്റെ ജീവിത പങ്കാളിയെയും നിനക്കുള്ള സകലതിനെയും തകർക്കുവാൻ വെല്ലുവിളിക്കുന്ന പൈശാചിക ശക്തികൾക്കെതിരെ പൊരുതി ജയിക്കുവാൻ ഉതകുന്ന ഉയരത്തിൽ അഭിഷേകം ഹല്ലേലൂയ ഇന്ന് രാത്രി സ്ഥാപിച്ച് ജയത്തോടെ മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണമിടയാകട്ടെ. ഹല്ലേലൂയ. അവൻ തന്നെ ശിഷ്യന്മാർക്ക് സമാധാനം നൽകി. ഹല്ലേലൂയ. ഒരു ക്രിസ്ത്യാനിയുടെ ആന്തരിക ശാന്തതയും ആമേൻ സമാധാനവും ഹല്ലേലൂയ അത് ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം നൽകുവാൻ ശക്തരാ. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. ഹല്ലേലൂയ. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മഹാപുരോഹിതൻ എന്ന നിലയിൽ ഹല്ലേലൂയ ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ഹല്ലേലൂയ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതകൾ, നമുക്ക് എല്ലാവർക്കും ബലഹീനതകളുണ്ട്. ഹല്ലേലൂയ. ബലഹീനതകളില്ലാത്ത ആരുമില്ല. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഹല്ലേലൂയ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, തളർച്ചയുണ്ട്, ക്ഷീണമുണ്ട്, ബലഹീനതയില്ല എന്ന് പറഞ്ഞ് ഒതുങ്ങിപ്പോകരുത്. ഉണർന്ന് പ്രാർത്ഥിപ്പാൻ തയ്യാറാകണം. ഒരു രാത്രിയെങ്കിലും എന്നോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ എന്നാണ് യേശു ശിഷ്യന്മാരോട് ചോദിച്ചത്. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവമൈതലേ, എത്ര പേർ രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ തയ്യാറാണ്? ഹല്ലേലൂയ. ആത്മാവ് ഒരുക്കമുള്ളത്
ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്നിൽ എന്ന് വെച്ച എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. ഇന്ന് രാത്രി ഈ ജഡത്തിൽ എത്ര പേർ തിരിച്ചറിയുന്നു? ഹല്ലേലൂയ. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതുമില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ആരാധിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആഗ്രഹം ബാക്കി നിൽക്കുകയാ, സാധിക്കുന്നില്ല. ആമേൻ. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ദൈവ പൈതലേ, വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാക്കി തീർത്ത ദൈവ തമ്പുരാൻ തന്റെ പുത്രനിലൂടെ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവജനം അത് നിത്യതയിൽ കാണുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന്, അവരെ സകല സത്യത്തിലും നേർവഴിയിലും നടത്തേണ്ടതിന് ആത്മാവിനെ അവരുടെ അകത്ത് പകർന്നിരിക്കുകയാണ്. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. ദൈവമക്കളെ, ഞാനും നിങ്ങളും ഈ ഭൂമിയില് ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ ആയിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. അവനെ കുറിച്ച് ഞാൻ പ്രശംസിക്കും. എന്നെ കുറിച്ച് എന്റെ ബലഹീനതകളിൽ അല്ലാതെ ഞാൻ എന്ത് ചെയ്യില്ല? പ്രശംസിക്കുകയില്ല. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുകയാണ്, അവനെ കുറിച്ച് ഞാൻ എന്ത് ചെയ്യും? പ്രശംസിക്കും. നമ്മുടെ പ്രശംസ ക്രൂശിലാകട്ടെ, നമ്മുടെ പ്രശംസ നമ്മുടെ കർത്താവിലാകട്ടെ. എന്നെ കുറിച്ചോ എന്റെ ബലഹീനതകളിൽ അല്ലാതെ ഞാൻ എന്ത് ചെയ്യില്ല. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. ഈ ഭൂമിയിലായിരിക്കുന്ന എന്നോട് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത്, പണത്തെക്കാൾ ഉപരി, പ്രതാപത്തെക്കാൾ ഉപരി, മറ്റ് പല സാഹചര്യങ്ങളെക്കാൾ ഉപരി ദൈവത്തിന്റെ കൃപ. ഈ കൃപ നമ്മുടെ മേലുണ്ടെങ്കിൽ അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതയിൽ എന്ത് ചെയ്യും? പ്രശംസിക്കും. ഹല്ലേലൂയ. കഷ്ടമുള്ള, വേദനയുള്ള, ആമേൻ, രോഗമുള്ള, ആമേൻ, ഈ സാഹചര്യത്തിലും ആമേൻ എന്നെ ശക്തീകരിക്കുന്ന ദൈവം എന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഈ ബലഹീനതയിൽ ഞാൻ എന്ത് ചെയ്യും? പ്രശംസിക്കും. സമപ്രായത്തിലുള്ള പലരും ലോകം വിട്ടുപോയപ്പോൾ ആമേൻ അവിടുത്തെ കൃപയൊന്നു മാത്രമാണ് ഇന്ന് രാത്രിയിലും ഞാൻ ആയിരിക്കുന്നതെന്ന് തിരിച്ചറിയുന്നവർ കരപടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. അവർ നിങ്ങളെ കുറിച്ച് എരിവ് കാണിക്കുന്നത് ഗുണത്തിനായിട്ടല്ല. ചിലര് നമ്മളോട് ഭയങ്കര താല്പര്യം കാണിച്ചു വരാറില്ലേ? ഹല്ലേലൂയ. സൂക്ഷിക്കണം. യേശു കർത്താവ് 40 രാവ് പകലും ഉപവസിച്ചു കഴിഞ്ഞപ്പോ ഹല്ലേലൂയ യേശു കർത്താവിനോട് താല്പര്യം കാണിച്ചോണ്ട് വന്നു. നിനക്ക് വിശക്കുന്നില്ലേ? പ്രിയമുള്ളവരെ, നമ്മിൽ ആത്മസ്വഭാവം പ്രകടമായിക്കൊണ്ടിരിക്കുമ്പോ നമ്മെ തകർത്ത് കളയുവാൻ പിശാച് താല്പര്യം പ്രകടിപ്പിച്ചോണ്ട് വരും. നീ ക്ഷണിക്കണ്ട, നീ വിളിക്കണ്ട. ഹല്ലേലൂയ. നിന്റെ അരികിൽ വരുന്നവരെ നീ വിവേചിക്കുവാൻ തക്കവണ്ണം ഇടയായി. നിങ്ങൾ അവരെ കുറിച്ച് എരിവ് കാണിക്കേണ്ടതിന് അവർ നിങ്ങളെ പുറത്തിട്ട് അടച്ചു കളവാൻ ഇച്ഛിക്കത്രേ ചെയ്യുന്നത്. ഹല്ലേലൂയ. ദുഷ്ടപിശാച് കടന്നു വരുന്നത് ആമേൻ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തി ദൈവിക കൂട്ടായ്മയിൽ നിന്നും നമ്മെ അകറ്റി കളയുവാനാ. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ കരമടിച്ച കർത്താവിനാണ് സഹതാപം കാണിപ്പാൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലേക്ക് ആമേൻ സഹതാപം കാണിച്ചുകൊണ്ട് വരുന്ന അനേകരുണ്ടാകും. അങ്ങനെയുള്ളവരെ നാം സൂക്ഷിക്കേണ്ടിയിരിക്കും. ഹല്ലേലൂയ. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. ഹല്ലേലൂയ. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. താനും ബലഹീനത പൂണ്ടവനാകിയ അറിവില്ലാത്തവരോട് വഴി തെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടി പാപയാഗം അർപ്പിക്കേണ്ടിയവനും ആകുന്നു.
ഈ ഭൂമിയിലായിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അപ്രകാരം മാത്രമേ സാധിക്കത്തുള്ളൂ. എന്നാൽ അങ്ങനെ അഹരോൻ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോൾ ന്യായവിധി പതക്കത്തിൽ ഇസ്രായേൽ മക്കളുടെ പേർ എപ്പോഴും യഹോവയുടെ മുമ്പാകെ ഓർമ്മയ്ക്കായിട്ട് തന്റെ ഹൃദയത്തിന്മേൽ വഹിക്കണം. ഈ ഭൂമിയിൽ പഴയ നിയമ ഭക്തന്മാരോടുള്ള ബന്ധത്തിൽ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം ആചരിപ്പാൻ ആണ്ടിലൊരിക്കൽ അവർ കൂടി വരുന്നിടത്ത് പുരോഹിതന്മാരാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുരോഹിത ശുശ്രൂഷകന്മാർ ചെയ്യുമ്പോൾ ഹല്ലേലൂയ അവരെ എപ്രകാരമാണ് അവിടെ ശുശ്രൂഷകൾ ചെയ്തിരിക്കേണ്ടതെന്ന് വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിനെ പോലെ ആകാൻ ദൈവവചനത്തെയും പരിശുദ്ധാത്മാവിന്റെ ആ നടത്തിപ്പിനെയും ആശ്രയിക്കുകയും ചെയ്ത ഹല്ലേലൂയ എനിക്കും നിങ്ങൾക്കും ഒരു വിശുദ്ധ ജീവിതം ഈ ഭൂമിയിൽ നയിപ്പാനായിട്ട് സാധിക്കും. വിശുദ്ധിയിൽ ജീവിക്കുന്നത് ഈ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യർക്ക് ദൈവത്തെ അടുത്തറിയുവാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന് എന്ത് ചെയ്യണം? ഓർക്കണം. ഹല്ലേലൂയ. കൂടാതെ ഈ ഭൂമിയിലായിരുന്ന പഴയ നിയമ ഭക്തനായ ദാനിയേലിന്റെ ജീവിതം, അവൻ വിശുദ്ധിക്ക് വേണ്ടി തങ്ങളെ തന്നെ സൂക്ഷിക്കുവാനും സമർപ്പിക്കുവാനും അതിനുവേണ്ടി ഉത്സാഹമുള്ളവനായിരുന്നു. അതിനുവേണ്ടി സംസാരിക്കുവാൻ അവൻ തയ്യാറാണ്. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കൂടെ കൂടി കളങ്കപ്പെടാതെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഉത്സാഹമുള്ളവരായി തീരണം. അങ്ങനെ സ്വയം സമർപ്പണവും ഉത്സാഹവുമുള്ള ദാനിയേലിനെ ആ കാലഘട്ടങ്ങളിൽ ദൈവ പ്രവർത്തിക്ക് നിമിത്തമാക്കി ജീവിക്കുന്ന ദൈവം ദാനിയേലിന്റെ ദൈവമാണെന്ന് അക്കാലത്ത് മരിച്ച രാജാക്കന്മാർക്ക് പറയത്തക്ക വിധത്തിൽ വിശുദ്ധ ജീവിതത്തിനും സമാധാനപരമായ ഒരു ജീവിതം നയിപ്പാനും ദാനിയേൽ സമർപ്പിക്കപ്പെട്ടതുകൊണ്ട് ദാനിയേലിലൂടെ ജീവിക്കുന്ന ദൈവത്തെ വെളിപ്പെടുവാനുള്ള ഗുണമിടയാൽ ഈ കാലഘട്ടങ്ങളിൽ ഞാനും നിങ്ങളുമായിരിക്കുന്നിടത്ത് ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ലൈവിലുണ്ടെങ്കിൽ വിശുദ്ധ ജീവിതം നയിപ്പാനിടയാകും. ആമേൻ. സ്വയം സമർപ്പിക്കപ്പെടണം, തീരുമാനമെടുക്കണം. ദാനിയേൽ തീരുമാനമെടുത്തതുപോലെ ഞാൻ എന്നെ തന്നെ അശുദ്ധനാകത്തില്ല. ലോകത്തിൽ ലഭിക്കുന്ന ഒന്നുകൊണ്ട് ആമേൻ ഓഫറുകളുടെ ലോകമാ, ഓഫറുകളുടെ കാലമാ. ഹിസ്കിയാവിന്റെ ആ രോഗസൗഖ്യത്തിന് ശേഷം ഓഫറുമായി വന്നവൻ നിമിത്തം, ഓഫറുമായി വന്ന കൂട്ടര് നിമിത്തം തലമുറകൾ പിടിക്കപ്പെട്ടു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, കൂടെ പറപ്പേ മാതാവേ, ഓഫറുകളുടെ ലോകമാ. കൂടെ നിന്നാൽ ആമേൻ എല്ലാം തരാ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് പറഞ്ഞു, എന്നെ ഒന്ന് വണങ്ങിയാ മതി, ഈ കാണുന്നതെല്ലാം തരാം. രക്ഷിക്കപ്പെട്ട ദൈവവൈതലേ, സ്നാനപ്പെട്ട ദൈവവൈതലേ, ശുശ്രൂഷയുള്ള അഭിഷക്തന്മാരെ പലരും വരും, കൂടെ നിന്നാ മതി, അവര് തരുന്നതിനേക്കാൾ കൂടുതൽ തരാം. സ്വാതന്ത്ര്യമുണ്ട്, ഫ്രീഡമുണ്ട്. എന്നെ ജയിപ്പിച്ചാ മതി, എന്റെ കൂടെ നിന്നാ മതി, എല്ലാം തരാം. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്തവനായ ആ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ആമേൻ വ്യതിചലിക്കാതെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനോട് കൂടെ വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ ആമേൻ കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോൾ സഭ ഇവിടുന്ന് എടുക്കപ്പെടുന്ന കൂട്ടത്തിൽ എടുക്കപ്പെടത്തുള്ളൂ. തിരിച്ചറിയുന്നവർ കരമറിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുവാൻ തക്കവണ്ണമിടയാകണം. അതിൽ നിന്ന് ചില ഭാഗങ്ങൾ മാത്രം ഓർപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നെബൂഖദ്നേസറിന്റെ വാഴ്ചയുടെ 2-ാം ആണ്ടിൽ നെബൂഖദ്നേസർ സ്വപ്നം കണ്ടു. അവന്റെ മനസ്സ് വ്യാകുലപ്പെട്ട് അവന് ഉറക്കമില്ലാതെയായി. ഹല്ലേലൂയ. നോക്കണമേ, നെബൂഖദ്നേസർ ഭരിക്കുന്ന ഭരണകാലത്ത് അവന്റെ ഉറക്കം നഷ്ടപ്പെടുകയില്ല. അവനൊരു സ്വപ്നം കണ്ടു.
ആ സ്വപ്നം അവന്റെ മനസ്സിനെ വ്യാകുലപ്പെടുത്തി. ഇന്ന് പല നേതാക്കന്മാരുടെയും അതെ ഹൃദയം തകർന്നുകൊണ്ടിരിക്കുകയാ, സ്വസ്ഥത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാ, ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാ. എന്നാൽ ആ സ്വപ്നം എന്താണെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ രാജാവ് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ രാജാവിനോട് സ്വപ്നം അറിയിപ്പാൻ മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ശുദ്രക്കാരെയും കൽക്കരെയും വിളിപ്പാൻ രാജാവ് കൽപ്പിച്ചു. അവർ വന്ന് രാജസന്നിധിയിൽ നിന്നു. രാജാവ് അവരോട്, ഞാനൊരു സ്വപ്നം കണ്ടു, സ്വപ്നം ഓർക്കാഞ്ഞിട്ട് എന്റെ മനസ്സ് വ്യാകുലപ്പെട്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. രാജാവായാലും കണ്ട സ്വപ്നം ഓർത്തിരിക്കുവാൻ കഴിയാതെ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് മന്ത്രവാദികള്, ആഭിചാരകന്മാര്, ശുദ്രപ്രയോഗം ചെയ്യുന്നവര് അങ്ങനെ സകലരെയും വിളിച്ചുകൂട്ടിയിട്ടും രാജാവിന്റെ വ്യാകുലതയെ മാറ്റുവാൻ കഴിഞ്ഞില്ല. സ്നേഹിത, നീ ആയിരിക്കുന്ന രാജ്യത്ത്, നീ ആയിരിക്കുന്ന പട്ടണത്തില് അനേകരുടെ ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ നാട്ടിലുള്ളവർക്ക് അവരുടെ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയാതെ പോകുമ്പോ തീരുമാനമുള്ള, സമർപ്പണമുള്ള വിശുദ്ധിക്ക് വേണ്ടി നിലനിൽക്കുന്ന ദൈവ പൈതലേ, നിന്നെ ഉപയോഗിക്കുവാൻ ദൈവം ശക്തരാ. ഈ കാലഘട്ടങ്ങളിൽ അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ ഉയരത്തിൽ ആത്മാവിനെ പകരുന്നത് വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മേലാ. ദാനിയേലിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരുന്നത് കൊണ്ട്, ദാനിയേലിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നത് കൊണ്ട് മന്ത്രവാദികൾക്കോ സകലവാദികൾക്കോ അഭിചാരകന്മാർക്കോ ശുദ്ധം ചെയ്യുന്നവർക്കോ അത് ചെയ്യുവാൻ കഴിയാത്ത വലിയ കാര്യം അത് ദാനിയേലിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിഞ്ഞു. ഹല്ലേലൂയ, ആമേൻ. നോക്കണമേ, സ്വപ്നവും അർത്ഥവും അറിയിച്ചാലോ നിങ്ങൾക്ക് സമ്മാനവും പ്രതിഫലവും ബഹുമാനവും ലഭിക്കും. അതുകൊണ്ട് സ്വപ്നവും അർത്ഥവും അറിയിപ്പി. ഹല്ലേലൂയ. രാജാവ് കൽദയരോട് ഉത്തരം വിധി കൽപ്പിച്ചു പോയി. സംഭവവും അർത്ഥവും അറിയിക്കാൻ ഞാൻ നിങ്ങളെ കഷ്ണം കഷ്ണം ശകലിക്കുകയും വീടുകളെ കുപ്പക്കുന്നാക്കുകയും ചെയ്യും. ദേശത്ത് സമാധാനം നഷ്ടപ്പെടുകയാണ്. രാജാവ് കണ്ട സ്വപ്നം വ്യാഖ്യാനിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വീടുകൾ കുപ്പക്കുന്നാക്കും. അവർ പിന്നെയും രാജാവ് സ്വപ്നം അടിയങ്ങളോട് കൽപ്പിച്ചാലും അർത്ഥം ബോധിപ്പിക്കാമെന്ന് ഉണർത്തിച്ചു. അതിന് രാജാവ് മറുപടി കൽപ്പിച്ചത്, വിധി കൽപ്പിച്ചു പോയി എന്ന് കണ്ടിട്ട് നിങ്ങൾ കാലതാമസം വരുത്തുവാൻ നോക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. അങ്ങനെ കൽദയർ രാജസന്നിധിയിൽ ഉത്തരം ബോധിപ്പിച്ചത്, രാജാവിന്റെ കാര്യം അറിയിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനും ഭൂമിയിലില്ല. എത്ര മഹാനും ബലവാനുമായ ഒരു രാജ്യവും ഇങ്ങനെയുള്ള കാര്യം ഒരു മന്ത്രവാദിയോടോ ആഭിചാരകനോടോ കൽദയരോടോ ഒരിക്കലും ചോദിച്ചിട്ടില്ല. രാജാവ് ചോദിക്കുന്ന കാര്യം പ്രയാസമുള്ളതാകുന്നു. തിരുമുമ്പിൽ അതറിയിപ്പാൻ ജഡവാസമില്ലാത്ത ദേവന്മാർക്കല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. ഇത് ഹേതുവായിട്ട് രാജാവ് കോപിച്ചു, അത്യന്തം ക്രോധിച്ച് ബാബിലോണിലെ സകല വിദ്വാൻമാരെയും നശിപ്പിക്കാൻ കൽപ്പന കൊടുത്തു. നോക്കുക, രാജ്യം പോകുന്ന പോക്ക്. ദേശത്ത് സകലരെയും നശിപ്പിക്കുന്ന ക്രൂരത വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വപ്നത്തെ വെളിപ്പെടുത്തുവാൻ, ഈ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുവാൻ, ഈ ദർശനത്തെ ഒന്നും കൂടെ അത് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ആരുമില്ലാതിരിക്കുന്ന സമയത്ത്, എന്നാൽ രാജാവിന്റെ അകമ്പടി നായകനായ ബാബിലോണിലെ വിദ്വാൻമാരെ കൊന്നുകളവാൻ പുറപ്പെട്ട് അറിയോനോട് ദാനിയേൽ ബുദ്ധിയോടും വിവേകത്തോടും കൂടെ ഉത്തരം പറഞ്ഞു. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, ബുദ്ധിയോടും വിവേകത്തോടും കൂടെ ഉത്തരം പറയുവാൻ കഴിയും. ഹല്ലേലൂയ. രാജസന്നിധിയിൽ നിന്ന് ഇത്ര കഠിന കൽപ്പന പുറപ്പെടുവാൻ സംഗതി എന്തെന്ന് അവൻ രാജാവിന്റെ സേനാപതിയായ അരിയോക്കിനോട് ചോദിച്ചു. ദാനിയേലിനോട് കാര്യം അറിയിച്ചു. ദാനിയേൽ അകത്ത് ചെന്ന് രാജാവിനോട് തനിക്ക് സമയം തരണമെന്നും താൻ രാജാവിനോട് അർത്ഥം അറിയിക്കാമെന്ന് ബോധിപ്പിച്ചു. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ആ രാജ്യത്തിലുള്ള ആർക്കുമില്ലാത്ത ധൈര്യം, ആർക്കുമില്ലാത്ത ആത്മധൈര്യം ദാനിയേലിന് എവിടുന്ന് കിട്ടി? വിശുദ്ധ ജീവിതം നയിക്കുവാൻ തന്നെ സമർപ്പിച്ച ദാനിയേലിനോട് കൂടെ ഇരുന്ന ദൈവം ഹല്ലേലൂയ അവന് ധൈര്യം കൊടുത്തു. ഇന്ന് രാത്രി
രാത്രി ലോകത്ത് ആർക്കും സമാധാനവും സ്വസ്ഥതയും ഇല്ലാതെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോ അവരുടെ നടുവിൽ ധൈര്യത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിഞ്ഞ ദാനിയേലിനോട് ചോദിച്ചാൽ ദാനിയേൽ പറയും, അതെ, രാജ്യത്ത് എല്ലാവരും കഴിച്ച് അശുദ്ധമാക്കുന്ന ആഹാരമോ വീഞ്ഞോ ഞാൻ കുടിക്കത്തില്ലെന്ന് തീരുമാനിച്ച് ജീവിക്കുവാൻ തയ്യാറായതുകൊണ്ട് എന്റെ കൂടെ ദൈവമിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്നോട് കൂടെ ദൈവമുണ്ടെങ്കിൽ ആമേ, ലോകത്തിലുള്ളവരെല്ലാം പരാജയപ്പെടുമ്പോഴും നിരാശപ്പെടുമ്പോഴും അതേ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ തക്കണം ഇടയാകത്തക്ക പ്രവൃത്തി വലിയവനായ ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിക്കും. സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് ദാനിയേലിനെ എടുത്തിട്ടപ്പോ ഭയപ്പെട്ട് കിടന്നുറങ്ങിയെന്നല്ല, സുഖമായി കിടന്നുറങ്ങിയെന്ന. ആമേൻ. സിംഹം ആമേൻ വായടച്ചെന്ന് ഗർജിക്കുന്ന സിംഹം, മാംസബുക്കായ സിംഹം ദാനിയേലിന് ഒരു കേടും വരുത്താതെ ഇരിക്കുവാൻ കാരണം ദാനിയേലിന്റെ കൂടെ ദൈവം ഇരുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ആമേൻ. ഈ രഹസ്യത്തെ കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരനായ അനന്യാവോടും മിശായേലിനോടും അസരിയോടും കാര്യം അറിയിച്ചു. ആമേൻ. ദൈവമക്കളെ, നമുക്കൊരു വിഷയമുണ്ട്. നാട്ടുകാരോടും ദേശക്കാരോടും പങ്കുവെക്കുന്നതിനേക്കാൾ ഉപരി പ്രാർത്ഥിക്കുന്ന കൂട്ടാളികളോട് പങ്കുവെച്ചാൽ ആമേൻ, അതെ, തീച്ചൂളക്കകത്ത് നിന്ന് വിടുതൽ പ്രാപിച്ച ചന്ദ്രക്ക് മേശക്ക് അപരിതനോട് തന്റെ കൂട്ടുകാർ അങ്ങനെയുള്ളവരെ കേട്ടോ. അല്ലുകൂടിയനും വായി നോക്കി വീട്ടിൽ വരാത്തവനും തത്തി നടക്കുന്നവരുമായിട്ടൊന്നും അല്ല കൂട്ട്. നീ ഒരു ആത്മീയനാണെങ്കിൽ ആമേൻ, ആത്മീയരുമായി ആമേൻ കൂട്ടുകൂടുവാൻ തയ്യാറാവുക. ഹല്ലേലൂയ. ഇന്നത്തെ തലമുറ ഹല്ലേലൂയ. ഇന്നത്തെ കൂടപ്പിറപ്പ് എങ്ങനെയാ? ഇവിടെ ദാനിയേൽ പരാജയപ്പെട്ടത് എന്തുകൊണ്ടെന്ന് അറിയാമോ? ദാവീദ് പ്രാപ്തന മനുഷ്യനായിരുന്നു. ദാനിയേല് അതേ വിശുദ്ധ ജീവിതം നയിക്കുവാൻ തങ്ങളെ തന്നെ സമർപ്പിച്ചവനായിരുന്നു. അവന്റെ കൂട്ടുകെട്ട് ആരോടായിരുന്നു? ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനോട് കൂടെയായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. ദാനിയേൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ. അപ്പൊ ദാനിയേൽ ദൈവത്തെ സ്തുതിക്കുന്നവനായിരുന്നു, ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു. അവൻ രാത്രിയിൽ ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ച് പ്രാർത്ഥിക്കുന്നവനായിരുന്നു, വിശുദ്ധ ജീവിതം നയിക്കുന്നവനായിരുന്നു. അവനാണ് ദർശനങ്ങളെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. രാജ്യത്താർക്കും വെളിപ്പാട് കിട്ടാതിരിക്കുമ്പോ, രാജ്യത്താർക്കും രാജാവിന്റെ പ്രശ്നത്തെ പരിഹരിക്കപ്പെടുവാൻ കഴിയാതായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന, വിശുദ്ധ ജീവിതം നയിക്കുന്ന, ആമേൻ, വിശുദ്ധ ആമേൻ സുഹൃത്തുക്കളുമായി കൂട്ടുകൂടുന്ന ദാനിയേലിന് രാത്രിയിൽ ദൈവം ദർശനം വെളിപ്പെടുത്തി കൊടുത്തു. അവൻ അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്നു. അവൻ ഇരുട്ടിലുള്ളത് അറിയുന്നു, വെളിച്ചം അവരോട് കൂടെ വസിക്കുന്നു. എന്റെ പിതാക്കന്മാരുടെ ദൈവമായുള്ളവേ, നീ എനിക്ക് ജ്ഞാനവും ബലവും തന്നു. ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ചത് ഇപ്പോൾ എന്നെ അറിയിച്ചു. രാജാവിന്റെ കാര്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തി സ്തുതിക്കുന്നു. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ദാനിയേൽ ആരാധിക്കുവാൻ കാരണമെന്താ? അവനെ ആമേൻ സ്തുതികളിന്മേൽ വസിക്കുന്ന സർവശക്തനായ ദൈവവുമായിട്ടുള്ള ബന്ധം ദൃഢമായിരുന്നത് കൊണ്ട് അവൻ ചോദിച്ച കാര്യങ്ങൾ ദൈവം അവന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ തക്കവണ്ണമിടയായി. ഇന്ന് രാത്രി ദർശനങ്ങളാൽ, അടയാളങ്ങളാൽ, വീര്യപ്രവർത്തികളാൽ നമ്മുടെ നടുവിൽ വസിക്കുന്ന സർവശക്തനുമായുള്ള ആ ദൈവത്തിന്റെ പുത്രനുമായിട്ടുള്ള ആ കൂട്ടായ്മ ബന്ധം ദൃഢമാകുന്നുവെങ്കിൽ ഹല്ലേലൂയ, അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ ആ കർത്താവിന്റെ ആത്മാവിനെ പ്രാപിക്കുന്നവർക്ക് അതേ ദർശനങ്ങളും വെളിപ്പാടുകളും ആലോചനകളും അവൻ നൽകി തരുവാൻ തക്കവണ്ണമിടയായി. ഹല്ലേലൂയ. ആമേൻ. രാജാവ് രാജസന്നിധിയിൽ ഉത്തരം ബോധിപ്പിച്ചത്, രാജാവ് ചോദിച്ച ഗുപ്തകാര്യം വിദ്വാൻമാർക്കും ആഭിചാരകന്മാർക്കും മന്ത്രവാദികൾക്കും ശവനവാദികൾക്കും രാജാവിനെ അറിയിപ്പാൻ കഴിയുന്നതല്ല. എങ്കിലും രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ ഭാവി കാലത്ത് സംഭവിക്കാനിരിക്കുന്നത് നെബൂഖദ്നേസർ രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നം പള്ളിമത്തിയിൽ വെച്ച് തിരുമനസ്സിലുണ്ടായ ദർശനങ്ങളും ആവിധം. ഹല്ലേലൂയ. രാജാവേ, ഇനിമേൽ സംഭവിക്കാനിരിക്കുന്നത് എന്തെന്നുള്ള വിചാരം പള്ളിമത്തിയിൽ വെച്ച് തിരുമനസ്സിലുണ്ടായി. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവൻ സംഭവിക്കാനിരിക്കുന്നത് അറിയിച്ചുമിരിക്കും. എനിക്കോ ജീവനോടിരിക്കുന്ന യാതൊരുത്തിനേക്കാളും അധികമായ ജ്ഞാനമൊന്നും ഉണ്ടായിട്ടല്ല.
രാജാവിനോട് അർത്ഥം ബോധിപ്പിക്കേണ്ടതിന് തിരുമനസ്സിലെ വിധാനം തിരുമനസ് കൊണ്ട് അറിയേണ്ടതിന് മാത്രമേ ഈ രഹസ്യം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നോക്കുക, രാജാവ് കണ്ട ആ ദർശനത്തെ പ്രാർത്ഥനാ റൂമിനകത്ത് ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. പ്രിയ ദൈവ വൈദ്യലേ, നിന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന, നിന്നെ തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന നാട്ടിൽ, രാജ്യത്ത്, ദേശത്ത് നീ സേവിക്കുന്ന ദൈവം ആരെന്ന് നിന്നിലൂടെ വെളിപ്പെടുക മാത്രമല്ല, രാജാവിനോട് അത് അറിയിക്കത്തക്ക വിധത്തിൽ നിന്നെ ഉയർത്തി മാനിപ്പാൻ ദൈവം ശക്തരാണ്. ഈ ലോക ജീവിതത്തിൽ ആമേൻ ദൈവം നൽകുന്ന ശിഷ്ടായുസ്സ് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിക്കുവാൻ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുത്താട്ട്. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ ദാനിയേലായിരിക്കുന്ന ആ കാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ ദാനിയേലിലൂടെ ജീവിക്കുന്ന ഒരു ദൈവം ആമേൻ ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം ദൈവാദി ദൈവവും രാജാദി കർത്താവും രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനുമാകുന്നുവെന്ന് സത്യം കൽപ്പിച്ചു. ഹല്ലേലൂയ. രാജാവ് ദാനിയേലിനെ മഹാനാക്കി അവൻ അനേകം വലിയ സമ്മാനങ്ങൾ കൊടുത്തു. അവനെ ബാബേൽ സംസ്ഥാനത്തൊക്കെയും അധിപതിയും ബാബേലിലെ സകല വിദ്വാൻമാർക്ക് പ്രധാന വിചാരകനും ആക്കി വെച്ചു. പ്രവാസ ലോകത്ത് ഒതുങ്ങിത്തീരും, ആമേൻ ഇവിടം കൊണ്ടൊരു ജീവിതം അവസാനിക്കും എന്ന് ചിന്തിച്ച് ആമേൻ അത് തീരുവാൻ ദാനിയേലിനെ ദൈവം അനുവദിച്ചില്ല. ദാരിവേശ് രാജാവിന്റെ കാലത്ത്, കോരസിന്റെ കാലത്ത് സുഖപ്പെട്ടിരിക്കുന്ന ജീവിതത്തിനുടമയായി ജീവിക്കുവാൻ ദാനിയേലിന് കഴിഞ്ഞത് അവൻ വിശുദ്ധനായി സമാധാനമുള്ളവനായി ജീവിക്കുവാനിടയായി തീർന്നത് അവൻ ദൈവവുമായിട്ടുള്ള ബന്ധം ആമേൻ നിലനിർത്തി. അവൻ തന്നെ തന്നെ അശുദ്ധനാക്കാതെ അതേ നിർമ്മലനായി അതേ ശുദ്ധിയുള്ളവനായി ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ടവനായതുകൊണ്ടാണ്. ഇന്ന് രാത്രി കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദാനിയേലിന്റെ അപേക്ഷ പ്രകാരം രാജാവ് ശത്രുക്കളെയും മേശക്കിനെയും അബദ്ധകനെയും ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകനാക്കി. ഹല്ലേലൂയ. നോക്കുക, ദാനിയേലിന്റെ കൂട്ടാളികൾ ആ രാജ്യത്ത് അറിയപ്പെടുന്ന നിലവാരത്തിൽ ജീവിക്കത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവരായ ദൈവത്തിന്റെ കരം അവർക്ക് അനുകൂലമായി ചലിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ആമേൻ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ കൃപയ്ക്കായി, അവിടുത്തെ കരുണയ്ക്കായി, അവിടുത്തെ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ഇന്ന് രാത്രി അവിടുത്തെ വചനത്തിനാ ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വചനം കേട്ട എല്ലാവരും സ്വർഗം അവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാ മനുഷ്യരുമായും സമാധാനപരമായും ഹല്ലേലൂയ സന്തോഷപരമായും വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഇന്ന് രാത്രി കേട്ട വചനത്തിന് മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്ന എല്ലാവരെയും സ്വർഗം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ദാനിയേലിനെ പോലെ സ്വയം വിശുദ്ധിക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുവാൻ, ലോകത്ത് നിന്ന് ലഭിക്കുന്ന യാതൊന്നും കൊണ്ടും മലിനപ്പെടാതെ അശുദ്ധപ്പെടാതെ ഹല്ലേലൂയ വിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിൽ ജീവിക്കുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കണമേ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ പോലെ, ആ തിമോഥെയോസിനെ പോലെ കർത്താവേ നിന്റെ സന്നിധി നിഷ്കളങ്കരായി ജീവിപ്പാൻ കർത്താവ് സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കൃപയും ഉൾക്കാഴ്ചയും ആമേൻ പ്രാപിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ എല്ലായ്പ്പോഴും എല്ലാവരോടും സമാധാനമുള്ളവരായി വിശുദ്ധിയിൽ ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. ഇന്ന് രാത്രി എല്ലാവരും നമ്മുടെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. നായകനായ അവരുടെ മുമ്പിൽ നടന്ന് നിത്യത വരെ അവരെ ചുമക്കാമെന്ന് വാക്കു പറഞ്ഞ നല്ല കർത്താവേ, ഈ ലോകത്തിൽ ആമേൻ അതേ ക്രിസ്തുവിനോട് കൂടെ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ലോകത്തിന്റെ അറ്റത്തോളം സാക്ഷ്യം വഹിക്കുവാൻ തെരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുന്ന അഭിഷക്തന്മാരെ അവിടുത്തെ ആത്മാവിനാൽ നിറച്ച് പൂർവാധിക ശക്തിയോടെ ശിഷ്ടായുസ്സ് കർത്താവിന്റെ നാമത്തെ ദാനിയേലിനെ പോലെ ഉയർത്തുവാൻ കർത്താവേ ഞങ്ങളുടെ ജീവിതം കൊണ്ട് അനേകർ ക്രിസ്തുവിനെ അറിയുവാൻ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥന അടികളെ സഹായിച്ച് ശക്തീകരിച്ച ബലപ്പെടുത്തിയ ദൈവമേക്കായി ശുശ്രൂഷിപ്പാനടിയെ സഹായിച്ചതിനായി വചനം കേട്ട എല്ലാവരും അവിടെ അനുഗ്രഹിക്കും. അടിയങ്ങൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മയാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിപ്പാൻ ആഗ്രഹിക്കുന്നവർ കർത്താവായ യേശുവേ, അങ്ങ് ഈ ലോകത്തിൽ വന്നത് എന്നെ രക്ഷിപ്പാനാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഞാനൊരു പാപിയായ എന്നിലേക്ക് അങ്ങ് വരണമേ എന്ന് ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് തീരുമാനമെടുക്കുവാൻ തയ്യാറായ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശു വരുവാനിടയാണ്.
യേശു നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, യേശു നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ, അതെ നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിപ്പാൻ തക്കവണ്ണമിടയാണ്. കരാവിലെ കല്യാണ വീട്ടിൽ, ലാസറിന്റെ വീട്ടിൽ, ആമേൻ, മറ്റനേക കുടുംബങ്ങളിൽ ആമേൻ ഉണ്ടായ പ്രശ്നങ്ങളെയെല്ലാം യേശു പരിഹരിച്ചു. വിശുദ്ധ ജീവിതം നയിപ്പാൻ, അതെ ഇനി മേലാൽ പാപം ചെയ്യരുതെന്ന് പറഞ്ഞു അവർ ഉപദേശിച്ചു. അങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കുന്നവരെ ചേർപ്പാൻ മടങ്ങി വരുന്ന കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിൽ ഉത്സാഹമുള്ളവരായി ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധ ജീവിതം നയിപ്പാൻ ഈ വചനങ്ങളാൽ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ഇന്നത്തെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങളുടെ സഹോദരങ്ങൾക്ക് കൂടപ്പിറപ്പിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി പങ്കിട്ട് പ്രാർത്ഥിക്കുവാൻ സന്തോഷമുണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹതീരം പ്രെയർ ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രെയർ ഫാമിലി. ശുഭരാത്രി. നാളെ ദൈവഗീതമായ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. 11:30 മണിക്ക് ശേഷം സ്നേഹതീരം പ്രെയർ ഫാമിലി പേജിലൂടെ ആരാധനയുമായി നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവം നമ്മെ സഹായിക്കും.